ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ചില തിരുവെടുത്തുകളാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 16, 17, 18 തിരുവെടുത്തുകളാണ് ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിക്കുവാൻ കർത്തൃനാമത്തിൽ അപേക്ഷിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അതെ, ഇവിടെ ഇടയ്ക്ക് ചില കസേരകള് വെറുതെ കിടപ്പുണ്ട്. പുറകെ നിൽക്കുന്നവർക്ക് അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് കസേര വല്ലതുകൊണ്ട് ഒന്ന് പൊക്കിയത്, ഒരു കസേര പൊക്കാനുള്ള ആക്കമൊക്കെ കാണും. തീരെ പരുവക്കേടുള്ളവർ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാൽ മതി ഒന്ന് പൊക്കിയാക്കാൻ കസേര. അപ്പൊ ഞാൻ ഒരു ശീലവും കൂടെ പാടാം, അതേ ഒക്കുള്ളൂ. എനിക്ക് പരകതയാരുള്ളു പതിനൊന്നി തെളിച്ചു സുറപുര അതിജനാൽ. എനിക്ക് പരകതയാരുള്ളു പതിനൊന്നി തെളിച്ചു സുറപുര മതിജനാൽ. എനിക്ക് പരകതയാരുള്ളു പതിനൊന്നി തെളിച്ചു സുറപുര മതിജനാൽ. എനിക്ക് പരകതയാരുള്ളു പതിനൊന്നി തെളിച്ചു സുറപുര മതിജനാൽ. എനിക്ക് പരകതികാരുള്ളു പതിനൊന്നി തെളിച്ചു സുഖപുര അതിജനാൽ. എനിക്ക് പരകതികാരുള്ളു പതിനൊന്നി തെളിച്ചു സുഖപുര മതിജനാൽ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കും, ദരിദ്ര നിലയിലായി ഭവിച്ചു നീ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കും, ദരിദ്ര നിലയിലായി ഭവിച്ചു നീ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 16, 17, 18 തിരുവെടുത്തുകളാണ് വായിച്ചത്. അവിടെ 18-ാമത്തെ തിരുവെടുത്ത്, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെ കുറിച്ച് ദൈവ ഇഷ്ടം. പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ 21 ലേഖനങ്ങളിൽ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ദൈവശാസ്ത്രപരമായിട്ട് ലേഖനം പഠിക്കുമ്പോൾ രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്രപരമായ ലേഖനം, ഒടുവിൽ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം, ഇങ്ങനെയാണ് പൗലോസിന്റെ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുന്നത്. അതിൽ അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ഉം 2-ഉം ലേഖനം. ദൈവത്തിനും മഹത്വം. 7 സഭയ്ക്ക് പൗലോസ് 9 ലേഖനം എഴുതി.
7 സഭയ്ക്ക് 9 ലേഖനം വരാൻ കാരണം 2 സഭയ്ക്ക് ഈ 2 ലേഖനം എഴുതി. തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി, കൊരിന്ത്യർക്ക് 2 ലേഖനം എഴുതി. അങ്ങനെ 7 സഭയ്ക്ക് 9 ലേഖനം. അതിൽ ഇന്ന് രാത്രി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5:16 മുതലാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന്റെ മഹത്വം. എല്ലാ ഭാഗവും പറയുന്നില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, 2 ലേഖനം തെസ്സലോനിക്കർക്ക് 1-2 ലേഖനം. 2 ലേഖനം അത് 2 വിഷയമാണ്. ഈ 2 ലേഖനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹുമാന്യ കർത്തദാസന്മാർ നന്നായിട്ട് ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു. കർത്താവിനെ പറ്റിയും ക്രൂശിനെ പറ്റിയും ഒക്കെ ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ച് നന്നായി ഇവിടെ ശുശ്രൂഷിച്ചു. കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്റർ ഞാൻ വരുമ്പോൾ നന്നായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് ആവർത്തന പരിസ്ഥിതിയോടെ പോകുന്നില്ല. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. വിശേഷിച്ച് 14-ാം മൈല് വാഴൂര് ഈ ദേശം ഗാനം വിദേശമെല്ലാം സുവിശേഷം നന്നായിട്ട് കേട്ടിട്ടുള്ളവരും നല്ലതുപോലെ ദൈവോചനം അറിയാവുന്നവരുമാണ്. മൺമറഞ്ഞ ഇഞ്ചിയിലപ്പച്ചനെ നന്നായിട്ട് പാട്ട് പാടി ശുശ്രൂഷിക്കുന്ന മാന്യ കർത്തദാസന. ദൈവത്തിന് മഹത്വം. അനേകം കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആ സെന്ററിനെയും അവിടെയുള്ള ദൈവമക്കളെയെല്ലാം ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. പാമ്പാടി സെന്ററും അത്ര മോശമല്ല. സാമിക്കാനുണ്ട്. ഒരാൾ പറഞ്ഞ പോലെ എൻ്റെ ഭർത്താവ് അത്ര മോശമല്ലെന്ന് പറഞ്ഞ പോലെ പാമ്പാടി സെന്ററും അത്ര മോശമല്ല. പൊൻകുന്നം സെന്ററും മോശമല്ല. ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. സഭ സ്പിരിറ്റ് കൂടാതെ, സംഘടനാ സ്പിരിറ്റ് നോക്കാതെ ഇത്രയും ദൈവമക്കൾക്ക് ഈ സ്ഥലത്ത് ഒന്നിച്ചു കൂടുവാൻ ദൈവം ചെയ്ത കരുണയ്ക്കായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ 2 ലേഖനം പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതി. സാധാരണ പറയാറുണ്ട് 2 ലേഖനത്തിൽ 2 വിഷയങ്ങളാണ്. ആ 2 വിഷയം 2 പ്രത്യക്ഷതയാണ്. ആ 2 പ്രത്യക്ഷത 2 വ്യക്തികളുടെ പ്രത്യക്ഷതയാണ്. ആ 2 വ്യക്തികൾക്ക് 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഇതൊക്കെ നമുക്കറിയാം. 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിന് ഒരു വാക്യം 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ തിരുവെടുത്ത് ദൈവദാസൻ ഇത് വായിച്ചാട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന പദം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ഒരു പഴയ വാഴൂരമ്മ പഠിപ്പിച്ച പാട്ടിന്റെ ഒരു വരിയുണ്ട്. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി വഴി ഒരുക്കും നിസ്സങ്ങൾ, ഭൂമി വഴിയൊരുക്കും നിസ്സങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിന്നു കണ്ടാൽ, എന്നുള്ളത്തിൽ ആശ നിന്നു കണ്ടാൽ. ഈ പാട്ട് ഒരു ദിവസം വെളുപ്പിനെ 4 മണിക്കാണ് പഠിച്ചത്. അപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ജോയിച്ചനെ ഞാൻ ഒന്നിച്ച് ബൈബിൾ സ്കൂളിൽ പഠിക്കുക. ഒരു ദിവസം എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു ഈ ആഴ്ച. അങ്ങനെ ബൈബിൾ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. ആദ്യമായിട്ട് വരിക ഇവിടെ വാഴൂർ 15-ാം മൈലില് SNDP ഇവിടെ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ വലതുവശത്ത് താഴെയായിട്ടാണ് വീട്. അപ്പം അങ്ങനെ ചെന്ന് ഇപ്പോൾ ഓർക്കുന്നു, മൺകട്ട കൊണ്ട് കെട്ടിയ വീടാ അന്ന്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ ഞങ്ങള് ഒന്നിച്ച് ദൈവോചനം പഠിച്ചതാണ് ജോയിച്ചനെ. അപ്പൊ രാത്രിയിലെ വീട്ടിലെ വിശ്രമിക്കുന്ന 2 മുറിയേ ഉള്ളൂ. അപ്പം ഒരു മുറിയിലെ ഒരു കട്ടിലുണ്ട്, ഞങ്ങൾ 2 അവിടെ വിശ്രമിക്കുക. അപ്പം വെളുപ്പിനെ ഒരു 4 മണി ആയപ്പോൾ ഈ പാട്ട് ഞാൻ കേട്ടു. അമ്മ അപ്പുറത്തെ മുറിക്കകത്തിരുന്ന് പാടുക. എനിക്ക് വന്ന അമ്മയ്ക്ക് ഇവിടെ ഈ ആശുപത്രിയിൽ എന്തോ ഒരു ചെറിയ ജോലി അന്നുണ്ടായിരുന്നു. അമ്മയെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും കുശുമ്പ് കയറി മിണ്ടുകയല്ല ചിലത്, അങ്ങനെയുണ്ട്. അപ്പം വെളുപ്പിനെ 4 മണി ആയപ്പോ ഈ അമ്മ ഈ പാട്ട് നല്ല സ്വരം, നല്ല ട്യൂണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ പാട്ട്. 4 മണിയായി അമ്മ അപ്പുറത്തെ മുറി ഇരുന്ന് പാടുക. നല്ല
കിളിനാദം പോലെ. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പൊ ജോയിച്ചൻ പറഞ്ഞു അവിടെ കിടക്കാം, അമ്മ എങ്ങനെയാണെന്ന് പറഞ്ഞു. ജോയിച്ചൻ ഇതൊന്നും അറിയാൻ മേല. ഞാൻ ചാടി എഴുന്നേറ്റ് കടക് തുറന്ന് അമ്മയുടെ അടുത്തൊക്കെ ചെന്നു. അമ്മയെ ഞാനും കൂടി ഇരുന്നു. അപ്പൊ ഈ പാട്ട് ഞാൻ പറഞ്ഞു അമ്മ. അപ്പൊ ഞാൻ ചെന്നപ്പോ അമ്മ അങ്ങ് നിർത്തി. ഞാൻ പറഞ്ഞു നിർത്തരുത്, പാടാൻ പറഞ്ഞു. അമ്മ എന്തോ സുഖമാകെ അത് പ്രഭാത യാമത്തിലല്ലേ, നല്ല സുഖമായിരുന്നു. അമ്മ പാടി. എന്നാലും തന്നെ പാട്ട് ഞാൻ എഴുതിയെടുത്ത് അന്ന് തന്നെ ഞാൻ ആ പാട്ട് പഠിക്കുകയും ചെയ്തു. അപ്പൊ ആ പാട്ടിന്റെ ഒരു വരിക, അധർമ്മമൂർത്തിയായി വരും അന്ത്യക്രിസ്തുവിനായി, അധർമ്മമൂർത്തിയായി വരും അന്ത്യക്രിസ്തുവിനായി, വഴി ഒരുക്കും നിസങ്ങൾ ഭൂമിൽ, വഴി ഒരുക്കും നിസങ്ങൾ. എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിലവർ ദൈവ, രാഷ്ട്രീയ മത്സരത്തിൻ ദൈവത്തിലവർ ദൈവ, രാജ്യത്തെ മറന്നിടുന്നു ദൈവ, രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനേ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാണാൻ. അപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് ലേഖനം എഴുതി. രണ്ട് ലേഖനത്തിൽ രണ്ട് വിഷയം, രണ്ട് പ്രത്യക്ഷത, രണ്ട് പേരുടെ പ്രത്യക്ഷത. ആ രണ്ട് പേര്, ഒന്ന് യേശു ക്രിസ്തു, രണ്ട് എതിർ ക്രിസ്തു. ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് തെളിവിനാണ് ഇപ്പോൾ രണ്ടാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ ആ വാക്യം വായിച്ചത്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പോൾ 1-ാം ലേഖനമാണ് നമ്മൾ വായിച്ചത്. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അല്ല, നമ്മുടെ പ്രതീക്ഷയും ആശയും ആഗ്രഹമെല്ലാം യേശുവിന്റെ വീണ്ടും പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷത ഉള്ളത് കൊണ്ടാണല്ലോ ഈ പങ്കപ്പാടുകളും ദുരിതങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ സഹിച്ച്, എന്റെ ഭാഷയെ പറഞ്ഞാൽ നല്ല പയർ പോലെ ഇവിടെ നിൽക്കുന്നതിന്റെ മർമ്മം എന്നാണെന്നറിയാമോ? യേശു വീണ്ടും വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷപ്പെടും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഇപ്പൊ ഇതൊന്നും എല്ലാവർക്കും വലിയ പ്രത്യാശയൊന്നുമില്ല. കാരണം വരുമോ എന്നുള്ളത് തന്നെ സംശയിച്ചിരിക്കുക പലരും. ഒരു കാര്യം പറയാം, യേശു വീണ്ടും വരും. അപ്പോൾ 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഓർപ്പിച്ചല്ലോ, 1-ാം ലേഖനത്തിന് 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തി യേശു പ്രത്യക്ഷപ്പെടുമെന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്തുകൾ, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവെടുത്ത്. ബഹുമാന്യ കർത്തദാസൻ കർമ്മത്താലെ വായിച്ചാട്ട് 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന്, ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ എഴുന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അപ്പോൾ അതിന്റെ അർത്ഥം യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നെന്ന്, യേശു വരുമെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. പുള്ളി വരുവോ പോവുകയോ കേട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് യോഗം പിരിച്ച്. അപ്പൊ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു വരുമെന്ന്. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷത, അവിടുത്തെ പ്രത്യക്ഷത 2-ാം അധ്യായത്തിലും തെളിയിച്ചിരിക്കുക. യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. ഇനി 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ഇങ്ങനെ എന്നൊരു പദമുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ തന്നെ വായിക്കണം. ഒന്നുകൂടെ വായിച്ചോളൂ.
ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കുക. ഇനി നമുക്കെല്ലാം മനപാഠവാക്യമാണ്. 4-ാം അധ്യായത്തിന്റെ 13 മുതൽ വായിക്കുന്നത് നല്ലതാണല്ലോ. വായിച്ചോ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വായിച്ചോ. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കുക. പിന്നെ താഴോട്ടുള്ള വാക്യം 16 മുതൽ നമുക്ക് മനപ്പാഠം. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, അതെല്ലാം മനപാഠവാക്യം. അപ്പോൾ ആ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് പഠിക്കുമ്പോഴും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കുക. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ചാട്ട് 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്നാണ് തെളിയിച്ചത്. അപ്പോൾ 1-ാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചിരിക്കുക. യേശു വീണ്ടും വരും. ഇനി 1-2 കാര്യങ്ങൾ ചിന്തിക്കുക. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം അത് ചിന്തിച്ച് നമുക്ക് എടുത്ത വാക്യത്തോട് കൂടുതലെടുത്ത് വരാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും സാധിച്ചു. പൗലോസ് ചോദിക്കുക, അയ്യോ തെസ്സലോനിക്കരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെ വന്നെന്ന്. വെറുതെ വന്ന് കയറിയതല്ല, അതിന്റെ വലിയ ചരിത്രമുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. ഇപ്പോൾ തെസ്സലോനിക്ക സഭ നല്ല സഭയാണ്, അനുഗ്രഹിക്കപ്പെട്ട സഭയാ, നല്ല ഒരു സഭയാണ്. പക്ഷേ ഇതിന്റെ ആരംഭത്തിൽ കഷ്ടം സഹിച്ച നിന്ദകളുമൊക്കെ സഹിച്ചവരുണ്ട്. ഏത് സഭയുടെ ആരംഭ ചരിത്രം പഠിച്ചേ? അതിന്റെ ആരംഭ സമയത്ത് വില കൊടുത്തവരുണ്ട്, നിന്ന സഹിച്ചവരുണ്ട്, അപമാനം സഹിച്ചവരുണ്ട്, ആക്ഷേപം സഹിച്ചവരുണ്ട്, അതിനുവേണ്ടി ചുമല് കൊടുത്തവരും മുതൽ മുടക്കിയ ധാരാളം ആൾക്കാരുണ്ട്. അവരെ മറക്കരുത്. പക്ഷെ അവര് ഞങ്ങളായത് തുടങ്ങിയെന്നും പറഞ്ഞ് ഒത്തിരി അധികാരം അതിനകത്ത് രണ്ടുമുണ്ട്. ആരംഭത്തിൽ ഇറങ്ങിയവരെ മറക്കരുത്. ഞങ്ങൾ ആരംഭത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഞങ്ങളുടെ ഉച്ചിയിൽ ആ സഭ ഇരിക്കുന്നത് ചിന്തിക്കുകയും ചെയ്യരുത്. ഒരു നാണയത്തിന് 2 വശം ഉള്ളതുപോലെ. അപ്പൊ എന്തായാലും പൗലോസ് ചോദിക്കുക, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ കൊച്ചുങ്ങൾ പോകുന്നു. മോനെ അവിടെ ഇരിക്കടാ, എങ്ങോട്ട് പോകുന്നു? ഒരുത്തനോടുണ്ടായിരുന്നു. അവനും പോട്ടെ. നീ ഇങ്ങോട്ട് വരരുത്, തുടങ്ങാൻ നിൽക്കണേ. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം ലഭിച്ചു? ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെ വന്നെന്നാ? നിങ്ങൾ തിരുവചനം പഠിക്കുമ്പോൾ പൗലോസിന്റെ മിഷണറി യാത്രയിൽ, 2ാമത്തെ മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്ക സഭ ഉടലെടുക്കുന്നത്. നാം ഇങ്ങനെ വായിക്കുന്നു, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അങ്ങനല്ലയോ 16:8 അപ്പോസ്തല പ്രവൃത്തി 16:8 അല്ലയോ? അവർ മുസിയിൽ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് 6-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന്. ഒന്നുകൂടെ വായിച്ചു 6-ാം വാക്യം. അവർ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ സഭയുടെ ആരംഭകാലത്തൊക്കെ പരിശുദ്ധാത്മാവ നിയോഗിക്കുന്നതും വിലക്കുന്നതും ആക്കുന്നതും. ആര് പ്രസംഗിക്കണം, എവിടെ പ്രസംഗിക്കണം, അതെങ്ങനെയായിരിക്കണം, പരിശുദ്ധാത്മാവാണ് നിയോഗം തരുന്നത്. ഇപ്പൊ അങ്ങനൊന്നുമല്ല, കമ്മിറ്റി കൂടി തീരുമാനിക്കുക. കമ്മിറ്റിക്കാരെല്ലാം കൂടെ നമുക്ക് ഈ കൊല്ലം ആര് പ്രസംഗിക്കണം ഉണ്ടേ പറഞ്ഞ് ഇന്നയാണെന്ന് വിളിക്കാം. പുള്ളി ഇളക്കും. അവനാ പുള്ളിയുടെ പേര്. മറ്റേ പുള്ളിയെ വിളിച്ചാൽ പുള്ളി നിന്നോണ്ട് പറയും, എന്നാലും കുഴപ്പമില്ല. ഇത് മിക്കതും പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. ഉടനെ നമുക്ക് ഇന്നയാളിനെ വിളിക്കാം. അപ്പം കമ്മിറ്റിയിൽ ഒരുത്തും കയറി ഉടക്കി പുള്ളിയെ വിളിച്ചാൽ ഞാൻ ഈ കൺവെൻഷന് സഹകരിക്കത്തില്ല, ഞാനും സഹകരിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയും വിദ്വാൻമാരുണ്ടെന്ന് ഒന്ന് പറഞ്ഞാൽ അതവിടെ നമുക്ക് പെൻഡിങ് വെക്കാം. ഇനി ഇനി നമുക്കില്ലേ പുള്ളിയെ വിളിക്കാം. പുള്ളി വചനമൊന്നും അയാൾ വചനം പറയത്തില്ലെങ്കിലും അയാൾ വരുമ്പോ ആള് കൂടും, സ്വോത്ര കാഴ്ച കിട്ടും.
അതിനൊന്നും പറയത്തില്ല, അയാൾ വിവരക്കേടാ വിളിച്ച് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞ വായിച്ചാലും പിടി കിട്ടുന്നില്ലേ? ഇല്ലയോ? അപ്പം നമ്മുടെ ഇക്കൊല്ലത്തെ കടമില്ലാതെ കൺവെൻഷൻ പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. ഇങ്ങനല്ലയോ ഇപ്പം ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന മിക്ക ഇടങ്ങളിലും എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. അച്ഛൻ എന്തിനാ പ്രവീണിനോട് ഏതാണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല, ഗുരുക്കാന്ന് തോന്നുന്നു. ഏതോ ഗുരുക്ക എന്തോ ഗുരുക്കൊപ്പിച്ചു കൊടുത്ത അവിടെ. അപ്പൊ ശ്രദ്ധിക്കുക, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഇപ്പൊ ചില ഇടങ്ങളിൽ എനിക്ക് അറിയത്തില്ല, കേൾക്കുന്നത് അങ്ങോട്ട് കാശ് കൊടുത്താൽ മതി പ്രസംഗിക്കാൻ അവസരം തരുമെന്ന് കേൾക്കുന്നു. എനിക്ക് അറിയത്തില്ല, എന്നോട് പറയുകയും വേണ്ട. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു യോ കൊടുക്കട്ടെ, കൺവെൻഷൻ എന്തെല്ലാം ചിലവുള്ള പുള്ളി 10 രൂപ കൊടുത്തേച്ച് പറഞ്ഞ് പോകും. പിന്നെ ചിലരെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് അവരുടെ ആൾക്കാർ ഇതിനകത്തുണ്ട്, അവര് പിടിയുള്ളത് കൊണ്ടാണ്. എല്ലാവരുടെയും കാര്യമല്ല. ഞാൻ നിൽക്കുമ്പം പേരൊന്നും പറയത്തില്ല, വേറൊരാളെ പറ്റി ഒരാൾ പറഞ്ഞു അത് നമ്മുടെ പയ്യനെ, അവനെ കയറ്റിവിടാൻ. അന്നേരം വേറൊരാൾ പറഞ്ഞു അവനേക്കാളും നന്നായിട്ട് മറ്റവനാ പറഞ്ഞു, അവൻ നമ്മുടെ നല്ല നവൻ അവിടെ നിൽക്കട്ടെ, ഇത് നമ്മുടേതാ, നമുക്കവനെ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ താഴോട്ടൊന്ന് ഇറങ്ങും, മിക്കവാറും ഇറങ്ങേണ്ടി വരും. എന്നാ ഇത് ബന്ധം നോക്കിയും ചേട്ടൻ നോക്കിയും കുടുംബ ശ്രേഷ്ഠത നോക്കി പണത്തിന്റെ മുമ്പ് നോക്കി ചെയ്യേണ്ട ശുശ്രൂഷയല്ല ഇത്. പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കേണ്ടത്. സെന്ററിൽ ഞങ്ങളുടെ കുടുംബക്കാരാ, ഞങ്ങളുടെ ആൾക്കാരാ, കാശ് ഞങ്ങളുടെ കയ്യില, അത് നമ്മുടെ പയ്യനാ, നമ്മുടെ ഉപ്പാപ്പന്റെ കൊച്ചപ്പന്റെ അമ്മാച്ചന്റെ, അങ്ങനല്ല. ഇത് പരിശുദ്ധാത്മാവാണ് നടത്തേണ്ടത്. അങ്ങനെ നടത്തുന്ന ചില നടത്തിപ്പുകാരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് കാശിന്റെ, ഈ പെന്തിക്കോസ് ആരംഭിച്ചത് കാശിന്റെ ബലത്തിലൊന്നുമല്ലെന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടായിരുന്നു. ഇത് പണത്തിന്റെ മുഷ്കു കൊണ്ടോ അവൻ പഠിത്തത്തിന്റെ മെച്ചം കൊണ്ടൊന്നുമല്ല പെന്തിക്കോസ് വളർന്നത്. രാത്രിയാമങ്ങളിൽ മുഴങ്കാലിമേലിരിക്കുന്ന പിതാക്കന്മാരും മാതാക്കളും അവരെ ലോകമെന്ന് പറഞ്ഞിട്ടില്ല. ആരും അവരെ അധികത്തില്ല, പക്ഷേ അറിയുന്ന ഒരു ദൈവമുണ്ട്. അനുഭവിക്കുന്ന ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പരിശുദ്ധാത്മാവ് നടത്തണം, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് ആലോചന തരണം, പരിശുദ്ധാത്മാവിന്റെ നിയോഗം വേണം. ഓ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ രാത്രി ആത്മാവിനാൽ നടത്തപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചാൽ നിന്റെ സകല കെട്ടുകളെ പൊട്ടിക്കും. ആത്മാവ് ഇന്ന് രാത്രി ഇടപെടട്ടെ. ദൈവാത്മാവ് ഇന്ന് രാത്രി പന്തലിൽ പൊന്തുന്ന സെന്ററിന്റെ മഹായോഗത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. അടുത്തിരിക്കുന്നവര് വിഷയമല്ല, അടുത്തിരിക്കുന്നവർ നമ്മുടെ വിഷയമല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവാത്മാ നിയോഗത്തോടെ കാര്യങ്ങൾ ചെയ്യും. ദൈവാത്മാവിന്റെ നിയോഗത്തോടെ വേണം ശുശ്രൂഷ ചെയ്യുവാൻ. ഓ ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഓ സത്യത്തിന്റെ ആത്മാവെന്നൊരു കാര്യസ്ഥൻ, ഓ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആത്മ നിയോഗത്തോടെ Praise the Lord. Praise the Lord. ഞാൻ ദീർഘമാക്കുന്നില്ല. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ഇവിടെ പ്രാർത്ഥിച്ചേ പരിശുദ്ധാത്മാവ് വേണം നിയോഗം തരാൻ. അല്ല കമ്മിറ്റി വേണ്ടെന്നോ സെക്രട്ടറി വേണ്ടെന്നോ ട്രഷാർ വേണ്ടെന്നല്ല എന്റെ വാദം. കമ്മിറ്റി ആണെങ്കിലും കൊള്ളാൻ, ട്രഷാർ ആണെങ്കിലും കുത്തിയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടും. ഒന്നെങ്കിൽ വചനത്തിൽ കൂടി, ഇല്ലെങ്കിൽ സ്വപ്നത്തിൽ കൂടി, ഇല്ലെങ്കിൽ ദർശനത്തിൽ കൂടി, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവാത്മാവ് ഇടപെടും. ആ ദൈവാത്മ നിയോഗത്തോടൊന്ന് ശുശ്രൂഷ ചെയ്ത് ജനം വിടുവിക്കപ്പെടും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുമാറും, അവൻ പുതുഭാഷയ്ക്ക് ജനം സംസാരിക്കും.
സംസാരിക്കും, ദേശം വിടുവിക്കപ്പെടും, വരുന്നവർക്ക് വിടുതലായി തീരും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരാ എന്തുവാണെന്ന് എന്നോട് ചോദിക്കുന്നത്. ഞാൻ കേട്ട കാര്യമാണ്, നമ്മുടെ കൊച്ചനെ കയറ്റി വിടാൻ. മറ്റേ പുള്ളി പറഞ്ഞു അവനൊന്നും പറയത്തില്ല. പോട്ടെ, പറയാനവൻ അപ്പുറം ഇരിക്കുക. പിന്നെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. നിന്നെ കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ നീ മുട്ടയിലിരുന്നാ മതി. സമയമാകുമ്പോൾ ദൈവം നിന്നെ രംഗത്ത് കൊണ്ടുവരും. നീ അതിന് കാശ് കൊടുക്കാനും പോകണ്ട, പത്രക്കാരെയും കൂട്ടുപിടിക്കണ്ട, അവൻ സെൻട്രൽ പാസ്റ്റർമാരെയും കൂട്ടുപിടിക്കണ്ട, അവൻ കമ്മിറ്റിക്കാരെയും കൂട്ടുപിടിക്കണ്ട, ഓരോരുത്തരെയും കൂട്ടുപിടിക്കണ്ട. നീ മുഴങ്കാലും മേലിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോലിലുള്ള യേശുവിന്റെ നാമത്തിൽ. Praise the Lord. ചില കാര്യങ്ങളൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായി പറയുന്നേ. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള ബഹുമാന്യ കർത്തദാസന്മാർ ഇതിനകത്തുണ്ട്. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മുമ്പോട്ട് പോകാം. അപ്പോൾ ആസിക്കിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പൊ അവരോട് യാത്ര ചെയ്ത് മുൻപോട്ട് പോയി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോഴാ 9-ാം വാക്യം വായിച്ചേ. 9-ാം വാക്യം. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് ഈ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി മക്കദോന്യ വിളി ഉണ്ടാകുന്നത്. ഞാൻ വിവരിക്കുന്ന വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങനെ മക്കദോന്യയുടെ ഒരു ഭാഗമാകുന്ന ആ സ്ഥലത്ത് നിന്ന് ഫിലിപ്പിയിലെ ഒരു സ്ഥലത്ത് നിന്ന് നോക്കി, പതിവ് പോലെ പള്ളിയിൽ പോകാൻ നോക്കി. പക്ഷേ ഒന്നും പള്ളിയും പട്ടക്കാരിയും ഒന്നും കണ്ടില്ല. നോക്കിയപ്പോൾ പുഴവക്കത്ത് കുറച്ച് സ്ത്രീകൾ നിൽക്കുന്നു. ഉടനെ പൗലോസ് അവരെ കണ്ടപ്പോൾ ആത്മഭാരത്തോടെ അവരോട് സുവിശേഷം അറിയിച്ചു. സുവിശേഷം ആരോടും പറയാം, സ്ത്രീകളോടും പറയാം, പുരുഷനോടും പറയാം, പ്രായമുള്ളവരോടും പറയാം, ചെറുപ്പക്കാരോടും പറയാം. എല്ലാവരും സുവിശേഷം കേൾക്കണം. എന്തുവാ സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ നസറയനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ഇത് ആരോടും പറയാം. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2:11 വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണമെന്ന 49-ാം സങ്കീർത്തനം. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം. എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്ന ഒറ്റ വാർത്തയുള്ളത് സുവിശേഷമാണ്. ഇതാ നല്ല വാർത്ത, ഇതാ ചൊവ്വുള്ള വാർത്ത, ഇതാ കേൾക്കാൻ സുഖമുള്ള വാർത്ത. മറ്റു വാർത്തകളെല്ലാം കേൾക്കുമ്പോൾ മനസ്സ് മടുപ്പിക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന, അസ്വസ്ഥത ജനിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കേൾക്കാൻ കൊള്ളാവുന്ന, ആർക്കും കേൾക്കാൻ കൊള്ളാവുന്ന, ഏത് സമയത്തും കേൾക്കാൻ കൊള്ളാവുന്ന, എവിടെയും കേൾക്കാൻ പറയുവാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷമാണ്. ആ സുവിശേഷമാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ആ സുവിശേഷം പൗലോസ് പറഞ്ഞു. സുവിശേഷം പറയുന്നതിന് ആരുടെയും മൂപ്പൊന്നും വേണ്ട, ഹൈസ്കൂളിൽ ഒന്നും പോകണ്ട. പോകുന്ന നല്ലതാ, പഠിച്ചോ. ശരിക്കും പഠിച്ചാൽ പിന്നെ പറയാനും തോന്നുകയല്ല ചിലർക്ക്. കണ്ടമാനം പഠിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ ഒക്കുവോ എന്ന് സംശയമാണ്. അസമയം ഒന്നും പഠിക്കാത്ത അമ്മ നിന്ന് കീച്ചുന്ന കാണാം. മൈക്ക് കയ്യിലോട്ട് കൊടുക്കണം, നല്ല പെരുക്കുന്നത്. ഹൈസ്കൂളിലും പോയില്ല, അനത്തുക. പഠിച്ച പുള്ളി സംശയത്തിരിക്കുക, ഇത് പറഞ്ഞാൽ ശരിയാകുമോ, അത് പറഞ്ഞ. നീ ഇങ്ങനെ എല്ലാവരുടെയും കാര്യമല്ല. പഠിക്കാത്ത അമ്മ കേറി ആത്മാക്കളെ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ പൗലോസ് ദൈവത്തിന്റെ വചനം പറഞ്ഞു. പുഴവക്കത്തുനിന്ന് പൗലോസിന് പുൽപ്പിറ്റൊന്നും വിഷയമല്ല. പുൽപ്പിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും വചനം പറയും. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയും. ചിലർക്ക് വലിയ പുൽപ്പിറ്റ് വേണം, ആള് കണ്ടമാനം വേണം, സിസ്റ്റം ഭയങ്കരമായിരിക്കണം. അത് തെറ്റാന്നൊന്നുമല്ല, സാഹചര്യം അനുസരിച്ച് ചെയ്യേ. ദൈവത്തിന് മഹത്വം. പിന്നെ പാട്ടുകാർ ഭയങ്കരം പാട്ടുകാർ. ഇപ്പൊ ചില പാട്ടുകാർ, ഞാനിപ്പോ മോനോടത് പറഞ്ഞു, പിണങ്ങി പറഞ്ഞതല്ല. ദൈവദാസന്മാര് പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം കിടന്ന് വെച്ചോണ്ടിരിക്കുക. എന്നതിനാണോ? ഇന്ന് രാത്രി ദൈവം
ഓർഗണൈ എന്തോ അതിന് പറയുന്നത് എന്നാ എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ രാത്രി കൺവെൻഷൻ പന്തിൽ വെച്ച് യോഗം എന്നതാണ് മട്ട് പിടിച്ചതെല്ലാം. ഇടാതെ പാട്ട് പാടുമ്പോ പാടിക്കോ, പാട്ടിന്റെ താളോ എല്ലാ വാദ്യോപകരണം വേണം. ഇതെന്തായാലും പറയുമ്പോഴൂടെ ഞാൻ മോനോട് പറഞ്ഞപ്പോ അവൻ അനുസരിച്ച് കേട്ടോ. ദൈവം നിന്നെ അനുസരിക്കട്ടെ. എന്ത് എവിടെ ആരായിരുന്നു അത് പോയോ? എവിടെ എന്ത് ചെയ്യും മോനെ? എന്ത് ചെയ്യും? അവനുണ്ടേലും മിണ്ടുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അതനുസരിച്ചു, അത് വേണം. ഓർഗൻ വായിക്കരുതെന്നോ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യരുതെന്നല്ല, ഒരു കാര്യം പറയുമ്പോൾ അല്ല ചില ഉപദേശിമാർക്ക് ഇത് വേണം കേട്ടോ. അവർക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയെങ്കിൽ എല്ലാം ആവശ്യമാണ്. അത് അതിന്റെ രീതിയിൽ വേണം കൈകാര്യം ചെയ്യാൻ. സ്തോത്രം. അത് ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് പുൽപ്പിറ്റൊന്നും വിഷയമല്ല. പുൽപ്പിറ്റ് കിട്ടിയില്ല. പക്ഷേ പൗലോസ് പുഴവക്കത്ത് നിന്ന് പ്രസംഗിച്ചു. ആ ശുശ്രൂഷയിൽ അനേകരിത് വചനം കേട്ടു. അന്ന് പകലിൽ കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നു. ലുദിയായുടെ ഇന്ന് രാത്രി ചില ലുദിയായുടെ ഹൃദയം തുറക്കണം. ഇന്ന് രാത്രി ചിലരുടെ ഹൃദയം തുറക്കുന്ന രാത്രിയാകട്ടെന്ന്. ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് ഇന്ന് രാത്രി യേശു മുട്ടുക. ആരെങ്കിലും അവിടുത്തെ തിരുശബ്ദം കേട്ട് ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി യേശു നിന്റെ ഉള്ളിലേക്ക് വരിക. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ, മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകനെ, മകളെ ദയവാ. എന്റെ സ്വരം കേൾക്കുന്ന മകനെ, മകളെ കുഞ്ഞേ. എന്റെ സ്വരം കേൾക്കുമോ മകനെ, മകളെ കുഞ്ഞേ. വാതിൽക്കൽ നിന്നിട്ടവർ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽക്കൽ നിന്നിട്ടവർ കെഞ്ചി വിളിച്ചിടുന്നു. വാതിൽ തുറന്നിടുക മകനെ, മകളെ ദയവാ. വാതിൽ തുറന്നിടുക മകനെ, മകളെ കുഞ്ഞേ. വാതിൽ തുറന്നിടുക മകനെ, മകളെ കുഞ്ഞേ. ഇന്ന് രാത്രി ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുകയാണ്. ഇന്ന് രാത്രി ആര് ഹൃദയവാതിൽ തുറക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. അപ്പോൾ പൗലോസ് പുഴവക്കത്ത് നിന്ന് സംസാരിച്ചു. ആ കാര്യങ്ങൾ കേട്ട ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. ഇനി തുറക്കാൻ കാരണമുണ്ട്. അവിടെ ഒരു പദമുണ്ട്, ലുദിയ ശ്രദ്ധിച്ചു. അല്ല, ലുദിയ മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു പൗലോസ് സംസാരിച്ചപ്പോഴേ. അല്ല, ലുദിയ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഒരുമാതിരിപ്പെട്ട ലുദിയ എല്ലാം ഞാനെങ്ങനെ അത് പറഞ്ഞ അച്ചായൻ തല്ലി മേടിച്ചോ പെണ്ണുങ്ങളുടെ എനിക്ക് വേണം ദൈവത്തിന്റെ മഹത്വം. എന്നാൽ ദൈവസന്നിധിയിൽ വന്ന് ശ്രദ്ധയോടെ ഇരിക്കുന്ന, ഏകാഗ്രതയോടെ ഭക്തിയോടെ ശ്രദ്ധയോടെ ഇരിക്കുന്ന വ്യക്തികളുടെ ഹൃദയം കർത്താവ് തുറക്കും. പൗലോസ് സംസാരിച്ച വചനം ലുദിയ ശ്രദ്ധിച്ചു. കർത്താവ് അവിടെ ഹൃദയം അങ്ങ് തുറന്നു. ഈ ഹൃദയം തുറന്നപ്പോൾ മാറ്റം, അവള് വീട് തുറന്നു. വീട് തുറന്നെന്ന് വീട് തുറന്നുവെച്ച് ലുദിയ, എന്റെ ഭാഷയാ, ഉപദേശിമാരോട് പറഞ്ഞു, പിന്നെ ഞാൻ വിശ്വസ്തയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പാർത്തോളാം. ഞാന് പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം. 14 മൈലിലും കാനത്തും ഈ പാമ്പാടിലൊന്നും അത്ര മോശക്കാരെല്ലാം കെടികെട്ടിയ പെന്തിക്കോസുകാരുണ്ട്. മിക്ക വീടുകളും പൂട്ടിയിട്ടിരിക്കുക.
അനേക ദൈവമക്കൾ വീടില്ലാത്തവര്, വാടകയ്ക്ക് താമസിക്കാൻ നിർവാഹമില്ലാത്തവര്, വാടക കൊടുക്കാൻ, വാടക മാസാമാസം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവര് അനേകരുണ്ട്. എല്ലാവരെയും ഒന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാലം അതാ നമുക്കറിയാമെങ്കിലും എല്ലാവരും മോശക്കാരല്ല. പിള്ളേരൊക്കെ അമേരിക്കയിലും കാനഡയിലും ലണ്ടനിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഉണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പക്ഷേ കൊച്ചുങ്ങളോടും കൂടെ ആലോചിച്ചിട്ടേ നിന്റെ വീടൊന്ന് തുറന്നു കൊടുക്കണം. ഇതൊന്നും ഇഷ്ടമല്ല ആർക്കും. എന്തിനാണെന്നറിയാമോ? 10 ദൈവമക്കൾ നിന്റെ വീട്ടിൽ കയറി സ്തോത്രം ചെയ്താൽ നിനക്കും നിന്റെ തലമുറയ്ക്കും അത് അനുഗ്രഹമാണ്. സ്തോത്രം. ഇപ്പൊ നിങ്ങൾ പറയും പാസ്റ്റേ എല്ലാരും ഒന്നും വിശ്വസിക്കാൻ, എല്ലാരും വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും മോശക്കാരല്ല. ഇതിനകത്ത് ജീവിക്കുന്ന ദൈവമക്കളുണ്ട്, പരമാർത്ഥികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാ ദേശത്തും എല്ലായിടങ്ങളിലും വിശ്വസ്തരും പരമാർത്ഥികളും വിശുദ്ധരുമായ ദൈവമക്കളുണ്ട്. അതുകൊണ്ട് പെന്തിക്കോസുകാരോട് ഞാനൊരു കാര്യം വിശേഷിച്ച് തിരുവല്ലായിൽ നിന്ന് പത്തനംതിട്ട കുമ്പനാടൊക്കെ എത്ര വീടുകളാ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് എല്ലാ കാര്യവും പറയാൻ ഒക്കത്തില്ല. ഇതിന്റെ ഓളിയെ വെച്ചിട്ട് കുറയ്ക്കേ ഒരു കാര്യം പറയാനാ. എങ്കിലും ഒരു മര്യാദയ്ക്ക് ചെയ്യേ. 10 ദൈവമക്കൾക്ക് അത് 5 സെന്റോ 10 സെന്റ് വെച്ച് കൊടുക്കേ. ഒന്നുമില്ലേ, 10 ദൈവമക്കൾ അവിടെ പാർക്കട്ടെ. സന്ധ്യാകുമ്പോ പാട്ടും പാടുന്നില്ല, മൂര്യത്തിൽ വെച്ച് മാണ്ട് കിടക്കുക. എവിടാ പ്രാർത്ഥന? അതും ഇപ്പൊ നിന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വളരെ ചിന്തിച്ചായത് പറയുന്നത്. നിന്റെ വീട്ടിൽ അന്യാരാധന ഉയരരുത്. നിന്റെ വീട് തുറന്നു കൊടുക്കണം. ദൈവമക്കൾ കയറി ഇറങ്ങി സ്തോത്രം ചെയ്യണം. ദേശത്തെ പിടിച്ചടക്കണം. ദേശത്തിന്റെ പള്ളക്കാടുകളെ ദൈവമളക്കും. ദൈവത്തിന് മഹത്വം വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ ഭവനം തുറന്നു കൊടുക്കും. കുഞ്ഞുങ്ങളോടൊക്കെ വിളിച്ചു പറ, പിള്ളേരോടൊക്കെ പറയുന്നേ. ഈയിടെ ഒരാൾ പറഞ്ഞു കിട്ടുന്നതിന് കൊടുത്തേച്ച് ഇനി പോരാൻ. അപ്പൊ ചോദിച്ചു ആർക്കാ കൊടുത്തത്? അത് ഒരാളുടെ പേര് പറഞ്ഞു. അവർക്ക് മതി, അവർക്ക് ഏതും കൊടുത്തേച്ച് പെട്ടെന്ന് വാ. ഉള്ള പുത്തനുമായി ഉള്ള ചക്രവുമായിട്ട് മേടിച്ചതാരാ?
മനസ്സിലാകുന്നുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. അത് തന്നെ പറയാനുള്ളത്, ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. നിന്റെ വീട് ദൈവവേലയ്ക്ക് വേണ്ടി തുറക്കണം. സ്തോത്രം. ഭയങ്കര വീടുമൊക്കെ പണിത് മതിലുമെല്ലാം ഉയർത്തി കെട്ടി വലിയ ഗേറ്റും ഒക്കെ ഇട്ട് കൂർക്കായം വെച്ച് ആ സെപ്പറേറ്റ് വീടും വെച്ച് വലിയ ആമത്താഴും ഒക്കെ ഇട്ട് പൂട്ടി എന്നുവെച്ച് സ്തോത്രം എഴുതി വെച്ചിരിക്കുക ബെതേൽ കോട്ടേജ്. ഏത് കാക്കപ്പട്ടി അങ്ങോട്ട് കയറിയിട്ടാ? ആര് കയറിയിട്ടാ? സ്തോത്രം. ഭയങ്കര വീടുമെല്ലാം പണിതേച്ച് വാതൊക്കെ എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു. അന്നാ ചെല്ലാൻ പോയി എഴുതി വെച്ചിരിക്കുക പട്ടിയുണ്ട് സൂക്ഷിക്കാന്ന്. ഇത് രണ്ടുകൂടെ എന്തിനാ എഴുതി വെച്ചേക്കുന്നേ? എല്ലാം പിടികിട്ടുന്നുണ്ടോ? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുക. അന്ന് അകത്തോട്ട് എല്ലാം നിർത്തും പറയാം പട്ടിയുണ്ട്. അപ്പൊ വേറൊരാൾ പറഞ്ഞു അവിടെ 3-4 പട്ടിയുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചേർത്താവും പറഞ്ഞത്. നിന്റെ ഭവനം തുറക്കണം. ആരംഭ സമയത്തൊക്കെ അങ്ങനെ ഭവനം തുറന്ന് അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയും അവരുടെ സന്തതിയൊന്നും ദൈവം മറന്നില്ല. ആ കുടുംബങ്ങളെയൊന്നും ദൈവം മറന്നിട്ടില്ല. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നിന്നെയും നിന്റെ സന്തതിയെയും ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഉദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. കർത്താവ് ഹൃദയം തുറന്നപ്പോൾ അവൾ വീട് തുറന്നു. അങ്ങനെ ആ വീടിനോട് ബന്ധപ്പെട്ട് പാർത്ത് വേല ചെയ്തു. അങ്ങനെ വേല ചെയ്യുന്ന സന്ദർഭത്തിൽ ആ വെളിച്ചപ്പാടത്തിക്കാരുടെ ഭൂതം പോവുകയും അവളും ഗുണമായി. യജമാനന്മാരുടെ ലാഭം പോയി. ദൈവദാസന്മാരെ പിടിച്ചടിച്ച് ഉപദ്രവിച്ചു. കാരാഗൃഹത്തിൽ കൊണ്ടിട്ടു. അവിടെ കിടന്നപ്പോൾ അന്യോന്യം ചെളിവാരി എറിയല്ല. നമ്മളായിരുന്നു പറയും ഇയാള് പുരുഷനെയാണോ കണ്ടത് സ്ത്രീയെയാണോ കണ്ടത്? പൗലോസ് പറഞ്ഞു ഞാനൊരു മക്കതോന്യക്കാരൻ പുരുഷൻ എന്ന് പറഞ്ഞു. പുരുഷനായിരിക്കാൻ സാധ്യതയില്ല, ഹിപ്പി ആയിരിക്കും. അപ്പം ഡൗട്ട് ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കിക്കേ. പൗലോസ് പറഞ്ഞില്ല പുരുഷനെ തന്നെ കണ്ടേ, പക്ഷെ അമ്മാമ്മയാണല്ലോ ഗുണമായത്. ആണാന്നോ പെണ്ണാന്നോ ഇപ്പൊ അത് അറിയത്തുമില്ല. ആണേതാ പെണ്ണേതാന്ന് അതും വല്ലാത്ത തിരിഞ്ഞു നിന്ന ആണേതാ പെണ്ണാന്നാന്ന് അറിയാൻ മേല. ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഡ്രസ്സ് കണ്ടാലും ഇപ്പൊ അത്ര ഒന്നും അതും പിടികിട്ടുകയല്ല. സത്യമാക്കാറാണ്. അപ്പം ഇന്ന് അന്നേ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് വയ്ക്കും പുരുഷനെ തന്നെയാണോ കണ്ട? പോലും പറഞ്ഞു ഞാൻ പുരുഷനെ കണ്ട. ഇത് 2 പെണ്ണുങ്ങളാണല്ലോ ഗുണമായി വന്നേ. ഇല്ല, ഞാൻ കണ്ടത് പുരുഷനെയാ. തല്ലുകൊള്ളുന്ന വല്ലതും കണ്ടായിരുന്നു? പൗലോസ് പറഞ്ഞു തല്ലുകൊള്ളുന്നതായിട്ടൊന്നും ശാശായിരിക്കും കാണിച്ചത്. ഇത് അന്യോന്യം ചെളിവാരി എറിയല്ല. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചു. എന്തിനേറെ അന്ന് രാത്രി കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടു. നീ അല്പം അപമാനവും നിന്നയും പീഡയും സഹിക്കുന്നത് ചിലരുടെ വിടുതലിന് വേണ്ടിയാണ്. നീ അല്പം കഷ്ടം സഹിക്കുന്നത് ചിലരുടെ ഉന്നമനത്തിനും അവൻ വിടുതലിനും വേണ്ടിയാ. അതുകൊണ്ട് ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. കഷ്ടങ്ങളും പോരാട്ടങ്ങളും കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ കർത്താവിനെ സേവിക്കണം. അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും ഞെരുക്കപ്പെട്ടാലും സാധിച്ചവനരികിൽ ചെല്ലാം. എല്ലാം സാധിച്ചവനരികിൽ ചെല്ലാം. യേശുവിൽ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. ഓ യേശുവിൽ നിന്നയെ പാളയത്തിൻ പുറമെ പോകാം. സ്തേഫാനിൽ വീണ കല്ലുകളോർത്തും സ്തേഫാനിൽ വീണ കല്ലുകളോർത്തും സാധിച്ചവനരികിൽ ചെല്ലാം. എല്ലാം സാധിച്ചവനരികിൽ ചെല്ലാം. യേശുവിൽ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൽ നിന്നയെ പാളയത്തിൻ
അപ്പൊ ഈ ഉപദ്രവങ്ങളും നിന്ദകളും പീഡകളും ഒക്കെ സഹിച്ച് നിന്നത് കൊണ്ട് കാരാഗ്രഹപ്രമാണി രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ആ ദർശനം നിറവേറി മക്കതോന്യക്കാരൻ പുരുഷൻ. സ്തോത്രം. പിന്നെ അവിടെ പ്രതിസന്ധിയൊക്കെ രൂക്ഷമായതുകൊണ്ട് ദൈവദാസന്മാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അവരവിടെ നിന്ന് പോയി. അങ്ങനെ അവർ തിരിച്ച് അംബിപോലീസിൽ വന്നു. ഇനി 17-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം കർത്തൃദാസനെ വായിച്ച് സഹായിച്ചാട്ടെ. അവർ അംബിപോലിസിലും അപ്പൊല്ലോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:9-10 ചോദിച്ചല്ലോ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെയാ പ്രവേശനം? അതിങ്ങനെയാ വന്ന്. നമ്മൾ ചില സഭകളിൽ ചെല്ലുമ്പോൾ നല്ല ഹാള് പണിതിട്ടിരിക്കുന്നു, കസേര, പിന്നെ ഫാന്, ചിലയിടത്ത് AC വളരെ നന്നായിരിക്കുന്നു, പാർക്കിങ്ങിന് സൗകര്യം വളരെ അഭിനന്ദനീയമാണ്. പക്ഷേ ഇതിങ്ങനെ ഈ തരത്തിൽ വരാൻ ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ചവരുണ്ട്. ആരംഭ സമയത്തെ വളരെ പോരാട്ടങ്ങളും പീഡകളും ഒക്കെ സഹിച്ചു നിന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. അവരെ ഒന്നും മറക്കരുത്. പുതിയ ആൾക്കാർ ഇപ്പൊ കയറി കഴിയുമ്പോ അവരെ ആര് ഇപ്പം പ്രായമുള്ള അപ്പച്ചൻ ഏതായി മുതുക്കൻ, എടാ വിവരദോഷി. അയാളും അയാളുടെ കുടുംബവും നെവരെ നിന്നത് കൊണ്ടാ ഈ വേല ഇത്രത്തോളം. പഴമക്കാര് പറയുന്ന ഒരു പദമുണ്ട്, ഒരു മുറം ചാരി വെക്കാൻ ഒരു തൂണ് വേണ്ടേ? വേണം. എനിക്ക് മുടുത്ത മുറമുണ്ടെന്ന് പറഞ്ഞ് വഴി കൂടെ നടന്നാലും ഇത് ചാരി. ഇപ്പൊ ഈ കൺവെൻഷൻ നടത്താൻ ഈ ഗ്രൗണ്ട് ആരുടെയാണെന്ന് അറിയാമല്ല, തന്നവരില്ലേ? അവര് തന്നില്ലേ? അതുകൊണ്ടല്ലേ കസേര ഇല്ലേലും അവിടെയൊക്കെ നിൽക്കുക. എന്നാലും നമുക്ക് ഇവിടെ വന്ന് നിൽക്കാനും 10 വണ്ടി പാർക്ക് ചെയ്യാനും ഇടയായില്ലേ? അതൊന്നും മറക്കരുത്. സ്തോത്രം. ചിലപ്പോൾ സ്തോത്ര കാഴ്ച 10 രൂപയായിരിക്കും വിട്ടത്, അത് വിലയേറിയതാണ്, അത് വലുതാണ്. അനേകർ കൂട്ടായ്മ കാണിച്ച ഈ വേല വളരുന്നത്. അപ്പോൾ ആരംഭ സമയത്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് അധ്വാനിച്ചവരെ മറക്കരുത്. ഈ പുതിയ ആൾക്കാർക്കൊന്നും ഇപ്പൊ ഇത് അറിയത്തില്ല. എല്ലാവരുടെയും കാര്യമല്ല, അറിയത്തുമില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കത്തുമില്ല. കൊച്ചു അവിടെ അങ്ങനെ ഇരിക്കാൻ പറ. ഞാൻ വളരെ സങ്കടത്തോടെ പറയാം, നിങ്ങൾ യോജിക്കത്തില്ല. ഈ പ്രായമുള്ള ദൈവദാസന്മാരെ ആദരിക്കണം. അവർക്ക് പൊന്നാട ഇടുന്ന കാര്യമല്ല ഈ പറഞ്ഞു. ഇപ്പൊ കിളവന്മാരെല്ലാം പൊന്നാട ഇടുന്നതും പൊക്ക ഇടുന്ന കാര്യം കൊടുക്കുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. വല്യപ്പന്റെ സപ്തതി ശക്തി ആഘോഷിക്കുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത്. പ്രായമുള്ളൊരു കർത്തദാസൻ വന്നാൽ അദ്ദേഹത്തെ ബഹുമാനിക്കണം. അവർ 2 വാക്ക് പറയട്ടെ, അതൊരു അനുഗ്രഹമാണ്. അവരൊക്കെ ആരംഭത്തിൽ എന്ത് പോരാട്ടങ്ങൾ സഹിച്ചാൽ നിന്നത്. എത്രയെത്ര മാതാക്കൾ, എത്രയെത്ര പിതാക്കന്മാർ, ആമേൻ. അവരെല്ലാം പ്രാർത്ഥിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ചത് കൊണ്ടല്ലയോ ദൈവം കരുണ ചെയ്ത് നമുക്കും ആ പാതയിൽ കൂടെ വരുവാൻ ഇടയായി തീർന്നത്. അവരെ ഒന്നും മറക്കരുത്, അവരുടെ കുടുംബങ്ങളെ ഒന്നും മറക്കരുത്. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ളവരെയൊക്കെ ദൈവമക്കൾ ബഹുമാനിക്കണം. പിന്നെ പഴയ ആൾക്കാരുടെ ഒരു കാര്യം പറയാം, ഞാൻ തുടങ്ങിയതാ, എൻ്റെ വീട്ടിൽ തുടങ്ങിയതാ, ഞാൻ പറയും പോലെ ഇത് മുഴുവൻ പോകൂ എന്ന് ശടിക്കുകയെ ചെയ്യരുത്. പിള്ളേർ നിന്നെ എടുത്ത് നമ്മളിങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ആ കൊച്ചുങ്ങൾ ഒതുങ്ങിയിരിക്കുന്നത്. പഴയ മൂച്ചൊന്നും എടുത്തോണ്ട് ചെല്ലുകയും ചെയ്യരുത്. യോജിച്ചും സ്നേഹിച്ചും സഹകരിച്ചും ക്ഷമിച്ചും ഒക്കെ വേണം ശുശ്രൂഷയിൽ മുമ്പോട്ട്. എല്ലാവരും യോജിച്ച് വേണം പോകാൻ. ദൈവത്തിന് മഹത്വം. ആട്ടെ, അങ്ങനെ ഇവര് അംബിപോലീസിലെത്തി. അവിടെ വന്നത് തെസ്സലോനിക്കയിലെത്തി. വായിച്ചോ. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അടുത്തത് പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. നമ്മുടെ അടിസ്ഥാനം തിരുവെഴുത്താണ്. അപ്പച്ചൻ പറഞ്ഞ ഉപദേശമൊന്നുമല്ല, അമ്മച്ചി പറഞ്ഞ ഉപദേശമല്ല, ഉപ്പാപ്പന്റെ ഉപദേശമല്ല. അത് നമ്മുടെ അടിസ്ഥാനം തിരുവെഴുത്താണ്. തിരുവെഴുത്ത് എന്തോ പറയുന്നു, വേദപുസ്തകം എന്തോ പറയുന്നു. ഇപ്പൊ വേറെ പുസ്തകം പറയുന്നതല്ല വിഷയം. അവിടെ അങ്ങനെയാണ്. അവിടെ അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അവിടെ അങ്ങനെ എന്തെല്ലാം ഉണ്ട്. നമ്മുടെ അവിടെ ഇവിടുത്തെ കാര്യമല്ല, വേറെ പുസ്തകം എന്തോ പറയുന്നു. അതാ നമ്മുടെ അടിസ്ഥാനം. ഞാൻ മിക്കയിടത്തും പറയുന്ന കാര്യമാണ്. നിങ്ങൾ യോജിക്കത്തില്ലെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ ആരും യോജിക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. സ്തോത്രം. അല്ലെങ്കിൽ പറയാതിരിക്കാനൊക്കത്തില്ല. ഈ വന്ന കാലത്ത് തീർത്തൊരു കാര്യം പെന്തിക്കോസിലെ നേതാക്കന്മാരും പറയുന്നില്ലല്ലോ. പറയുന്നില്ലല്ലോ. എല്ലാവരും സോട്ടും കൂട്ടുവിട്ടിങ്ങനെ ടാറ്റ അടിച്ച് നിൽക്കുന്ന നല്ലത് കാര്യം തീർത്ത് പറയുന്നുണ്ടോ? ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം, നിങ്ങൾ ഇഷ്ടമുണ്ടായി ചോദിച്ചാൽ മതി.
ആവരണം ഇടണ്ടോ തീർത്തൊരു കാര്യം പറ. ആരേലും പറയാൻ നമ്മൾ ഊരിയവരെല്ലാം മണ്ടന്മാരും ഊരാത്തവരെല്ലാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വാഴൂരാത് കൊണ്ട് തീർത്ത് പറയാം. ഏതേലും ഒരുത്തരെടുന്നതിന്റെ തീർത്ത് പറ. പെന്തിക്കോസിതാ എന്നാ പറയാതെ? ആവരണം മാത്രമല്ല വിഷയം, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. തീർത്തൊരു കാര്യം പറയുന്നില്ലല്ലോ, തീർത്ത് കാര്യം പറയണം. ഇത് പ്രമാണത്തിന് വേണ്ടി ആരൊക്കെയാണ് നിൽക്കുന്നത്? ഇതാണ് ഇത് ഉപദേശം, ഇതാണ് പ്രമാണം. ഇത് പറയണം. രാജ്യത്തിന് മാറ്റം വരും, കൈമറ്റ് മാറും, ഭക്ഷണക്രമം മാറും. വസ്ത്രധാരണത്തിന് ഓരോ രാജ്യത്ത്, തണുപ്പുള്ള രാജ്യത്തെ വസ്ത്രമല്ലല്ലോ ചൂടുള്ള രാജ്യത്ത് യോഗ്യമായിട്ട് ധരിക്കുന്ന വ്യത്യാസം വരും. പക്ഷെ വേറെ പുസ്തകത്തിനൊരു മാറ്റവുമില്ല. അതിവിടെ ഇത് അമേരിക്കയിലാന്നേലും വാഴൂരാന്നേലും ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലാന്നേലും ഏത് രാജ്യത്താന്നേലും വേറെ പുസ്തകത്തിനൊരു മാറ്റവുമില്ല. അത് തീർത്ത് കാര്യം പറയണം. ദൈവത്തിന് മഹത്വം. ആ ഭാഗം ഞാൻ അങ്ങ് വിടുക. കർത്താവിന്റെ മഹത്വം. തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കി ആധാരമാക്കി തിരുവചനം പറഞ്ഞു. അടുത്ത വാക്യം വായിച്ചേ കർത്തദാസനെ. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതിന് എന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അടുത്ത വാക്യം. അവരിൽ ചിലര് യഹൂദന്മാരിൽ ചിലര്, പിന്നെ ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടം, പിന്നെ മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഇങ്ങനെയാണ് തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ടാകുന്നത്. അവൻ വളരെ ചുരുക്കം പേര് പ്രാരംഭത്തിൽ ദൈവത്തിന് മഹത്വം പൗലോസ് ജീവിതത്തിൽ കഷ്ടം സഹിച്ച് തെസ്സലോനിക്കയിൽ വന്ന് തിരുവചനങ്ങളെ ആധാരമാക്കി ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ ആ വചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് യഹൂദന്മാരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അവൻ കുറെ പേരും കൂടെ വന്ന് തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ടായി. അതാ പൗലോസ് എടുത്തു പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു? അതിങ്ങനാ സാധിച്ചത്. ഓടിച്ച് മുമ്പോട്ട് പോകുക. ദൈവത്തിന് മഹത്വം. ഈ തെസ്സലോനിക്ക സഭ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാ, വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാ. ഈ സഭയുടെ 1-2 ക്വാളിറ്റി പറയാം. വാക്കുണ്ട്. ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ കർത്തദാസന്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. എല്ലായിടത്തും ഇവരുടെ വിശ്വാസം പ്രസിദ്ധമാണ്. ഞാനൊരു കാര്യം പറയാം, പെന്തിക്കോസിന്റെ ആരംഭകാലത്ത് വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. ഇതുപോലെ മാധ്യമങ്ങളോ അവൻ അറിയിക്കാനുള്ള യാതൊരു സാധ്യതകളുമില്ല. പക്ഷെ വിശ്വാസം വലുതായിരുന്നു. ഇന്ന് ദൃശ്യമാധ്യമ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നു, തെറ്റല്ല, നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അവൻ വിശ്വാസം വലിയ പ്രസിദ്ധമാകുന്നില്ല. പക്ഷെ അന്ന് ഈ കാര്യങ്ങളൊന്നുമില്ലെങ്കിലും വിശ്വാസം പ്രസിദ്ധമാണ്. അപ്പൊ ഇവരുടെ വിശ്വാസം ഒന്ന് വിശ്വപ്രസിദ്ധം മാത്രം. അപ്പൊ ഒന്ന് വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. 7-ാമത്തെ വാക്യം വായിച്ച 7-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. അത് വലിയ ബുദ്ധിമുട്ടാ. മാതൃകാ വിശ്വാസികൾ, മാതൃക എല്ലാത്തിലും മാതൃകയാ. ഇവര് മാതൃകാ വിശ്വാസികളാ. എന്തുവാ ഇവരുടെ മാതൃക? 2 കാര്യം പറയാം, അതിനെ നേരമുള്ളൂ. മാതൃകാ വിശ്വാസികൾ, ഇവരുടെ മാതൃക ഒന്ന്, ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാ. 1-ാം അധ്യായത്തിന്റെ 3 വായിച്ചേ. വിശ്വാസത്തിന്റെ വേലയും 2-ാം വാക്യം മുതൽ ചേർത്ത് വായിച്ചോ, അപ്പൊ ഒന്നുകൂടെ മനസ്സിലാകും. ഞങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും വേല. ഇത് വിശ്വാസത്തിന്റെ വേലയാ. മാത്രമല്ല ഈ വേലയ്ക്ക് വിശേഷതയുണ്ട്. ഇത് വിശ്വാസത്താൽ നടത്തുന്ന വേലയാ. ഇതിന്റെ ആരംഭ സമയത്തെല്ലാം വിശ്വാസ വേലയായിരുന്നു. ഇപ്പൊ വിശ്വാസമൊന്നുമില്ലെങ്കിലും വേല നമുക്ക്
ഒരു പാട്ടുമുണ്ട്, എനിക്കൊന്ന് നമ്മുടെ മോനി ചെന്നിത്തല പാസ്റ്റർ എഴുതിയ പാട്ടാ. അദ്ദേഹം നല്ല ഉപദേശത്തോടാണ് എഴുതിയത്. വേല നിന്റേത്, മക്കൾ നിന്റേത്. പുള്ളി നല്ല ഉപദേശത്തോടെ നല്ല വരിക. പക്ഷെ ഇപ്പം നമ്മൾ തിരിച്ചാ, വേല നിന്റേത് വിളച്ചിലെന്റേത്. ഒരു കാര്യം പറയാ, ഈ വേല വിശ്വാസത്തിന്റെ വേലയാണ്. ഇത് വിശ്വാസത്തിന്റെ വേലയാണ്. വിശ്വാസത്താലാ ഓരോന്നും നടത്തേണ്ടത്. എബ്രായലേഖനം പഠിക്കുമ്പോൾ വിശ്വാസത്താൽ രാജ്യമടക്കി, വിശ്വാസത്താൽ നീതി നടത്തി, വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി. ഞാൻ പറയാറുണ്ട്, ദൈവമക്കൾ വിശ്വാസ പ്രഖ്യാപനം നടത്തണം. വിശ്വാസത്തോട് ഓരോന്ന് കാര്യങ്ങൾ പ്രഖ്യാപിക്കണം. പിന്നെ ഇന്ന് ഞാൻ സഭയിൽ പറഞ്ഞു, ഈ വിശ്വാസം ഒരു കൃപാപരമാണ്. ഈ മരുന്നെടുക്കാത്ത ആൾക്കാര് അവരും ദൈവമായിട്ടുള്ള തീരുമാനമാണ്. അങ്ങനെ എടുക്കാത്തവര്, ഞാൻ ഇന്ന് സഭയിലും പറഞ്ഞു, നിയമജ്ഞന്മാരെ വിളിച്ച് അല്ലെങ്കിൽ ചുമതലപ്പെട്ടവരെ വിളിച്ച് പേപ്പറിൽ എഴുതി വെക്കണം. ഇത് പെന്തിക്കോസുകാർ നിമിത്തമല്ല, പാസ്റ്റർമാരാരും പറഞ്ഞിട്ടല്ല, വേറെ ആരും നിർബന്ധിച്ചിട്ടില്ല. എന്റെ സ്വമനസാലെ ഞാൻ മരുന്നെടുക്കാതിരിക്കുന്നതാണ്. ഇതിന് വേറെ ആരും ഉത്തരവാദിയല്ല. എഴുതി വെക്കണം. ഇല്ലേ നീ മരുന്നെടുക്കത്തില്ല, ചിലപ്പം കടന്നു പോവുകയാണെങ്കിൽ പിന്നെ നിൽക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാകരുത്. മനസ്സിലായോ? ഞാനിന്ന് സഭയിലും പറഞ്ഞു, മരുന്നെടുക്കുക അത് ദൈവമായിട്ടുള്ള അവനവന്റെ തിരും. എന്റെ അഭിപ്രായം പറയാം, വചനത്തെ കൂട്ടുപിടിച്ചു മരുന്നെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പുസ്തകത്തിൽ വായിക്കുന്ന ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന്. മാത്രമല്ല തിരുവെടുത്ത് പഠിപ്പിക്കുന്നത്, യഹോവ നിന്റെ അകൃത്യമൊക്കെ ഈ മോചിക്കും, സകല രോഗത്തെ സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞതാണ്. സകല രോഗത്തിനും സൗഖ്യം തരുവാൻ കഴിവുള്ളവനാ ദൈവം. പിന്നെ അത്രയ്ക്ക് വിശ്വാസവും പ്രതിഷ്ഠയും ഇല്ലെങ്കിൽ ഒരു മരുന്നെടുക്കട്ടെ, എടുക്കാതിരിക്കുന്നതൊരു വരമാണ്. അതെല്ലാവർക്കും ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയല്ല. എടുക്കുന്നവരെടുക്കട്ടെ. എടുക്കാത്തവര് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എഴുതി വെപ്പിക്കണം. അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, എഴുതി വെപ്പിക്കണം. കാരണം അഥവാ ഒരു പ്രതികൂലമോ പ്രയാസമോ വന്നാൽ പിന്നെ നിൽക്കുന്നവർ കുഴയരുത്. മനസ്സിലായോ? 2, ഇതൊക്കെ ഞാൻ പെന്തിക്കോസുകാരോട് മിക്കപ്പോഴും പറയുന്നു, ഒന്നുകൂടെ പറയുക. 2, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയവരുണ്ട്, വീട്ടിൽ പ്രതികൂലമുള്ളവരുണ്ട്, ഏകരായിട്ട് വന്നവരുണ്ട്, ചിലപ്പോ വീട് അനുകൂലമല്ല. അപ്പൊ അങ്ങനെയുള്ളവര്, പ്രായമുള്ളവരോ ആര് വന്നേലും അതും എഴുതി വെക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചാകുമല്ലോ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചാകും. ആരായാകാത്ത ഇരിപ്പൊക്കെ കണ്ടാൽ പോകാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു പലതും പരുവക്കേടാ. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചു പലതും പരുവക്കേടാ. നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. അപ്പൊ എല്ലാവരും ഈ വഴി കടന്നു പോകണം, മരണം വഴി. അപ്പോൾ ഒറ്റയ്ക്കുള്ളവര്, പ്രതികൂലമുള്ളവര്, വീട്ടിൽ പ്രശ്നമുള്ളവര്, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഗുണപ്പെടാത്ത കുഞ്ഞുങ്ങളുള്ള വീടുണ്ട്, അങ്ങനെയുള്ളവരും എഴുതി വെക്കണം. ഞാൻ മരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ, അവിടുത്തെ ശുശ്രൂഷകൻ അല്ലെ അവിടെയുള്ള ദൈവം, അവരായിരിക്കണം എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എഴുതി വെക്കണം. ഇവിടെ ഒരു തള്ളയത്തു, തള്ള മെടുക്കിയ, പക്ഷെ ഒന്നും ചെയ്തില്ല. മരുമകന് തള്ളയെ കത്തിക്കണം. തള്ളയാകുന്നതിന് മുന്നേ പറഞ്ഞ് എന്നെ അടക്കണം. അപ്പൊ അടക്കാൻ കുറച്ചു പേര്, കത്തിക്കാൻ ഒരുത്തൻ, അവസാനം പോലീസ് വരെ വന്നു. തള്ളയെ മെനക്കേട് ഒപ്പിച്ചു വെക്കരുത്, നല്ല ബുദ്ധിയായി പറഞ്ഞു തരുന്നേ. അങ്ങനെ ഉണ്ട്. എല്ലാവരും മരിക്കുമല്ലോ, പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. കർത്താവ് വരാൻ താമസിച്ചാൽ ഈ വഴി കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഒരു കൊച്ചമ്മയുണ്ടായിരുന്നു, എല്ലാം ക്ലിയർ ആക്കി വെച്ചേച്ചാ പോയത്. പിന്നെ അടക്കുന്ന പെട്ടിയുടെ ഏത് പെട്ടി, അതിന് കളറ്, കാശ്, കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ എല്ലാം തള്ള എഴുതി വെച്ചതാ. പണ്ണും പഴവും ഒരു പപ്സൂടെ വെച്ചോളാം, എഴുതി വെച്ചേച്ചാ. അമ്മ അതെല്ലാം വെച്ചേച്ചാ പോയത്. ആരാ അടക്കേണ്ടത്, അത് എങ്ങനെ ചെയ്യണം, അതെല്ലാം. ഞാൻ നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ഒത്തിരി ഇടങ്ങളിൽ പ്രശ്നമാണ്. ഞാൻ വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്ത് പറയാം, ഗുണപ്പെട്ടവനെ ആരടക്കുന്നോ എവിടെ അടക്കുന്ന നല്ല വിഷയം. അവൻ ഗുണപ്പെട്ടവനാണെങ്കിൽ ജീവൻ കർത്താവിൽ മറഞ്ഞിരിക്കുക. ജീവനായകൻ വെളിപ്പെടുമ്പോൾ പുത്തൻ ശരീരത്തോടെ അവൻ ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. പക്ഷെ മാന്യമായി സംസ്കരിക്കുക എന്നുള്ളതൊരു നാട്ടുനടപ്പും ക്രമീകരണം അനുസരിച്ച് സ്തേഫാനോസിനെ ഭക്തിയുള്ള പുരുഷന്മാരെല്ലാം കൊണ്ടുവന്ന് അടക്കിയെന്നാണല്ലോ പുതിയ നിയമത്തിലെ വാക്യം. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്രമീകരിച്ച് വെക്കണം. മക്കൾ ചിലപ്പോൾ എല്ലാവരും വിശ്വാസത്തിലായിരിക്കത്തില്ല. സഹോദരങ്ങൾ ചിലപ്പോൾ ഉടക്കുള്ളവർ കാണും, കുടുംബത്തിൽ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. ഇതെല്ലാം വളരെ വല്ലാത്തൊരു കാലത്തിലേക്കും അന്തരീക്ഷത്തിലേക്കാണ് ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. അമ്മ മരിക്കുന്നവർക്ക് അങ്ങ് മരിച്ച് റെഡിയായിട്ട് കിടന്നാൽ മതി, പിന്നെ നിൽക്കുന്നവരാ കിടന്ന് കൊടയെന്ന്.
അവരൊന്നും അറിയുന്നില്ല, ഏതാണ്ട് നിവർന്ന് കിടക്കുന്നു. അപ്പൊ ഇതെല്ലാം നേരത്തെ ക്രമീകരിക്കണം. ആ ഭാഗം ഞാൻ അങ്ങ് വിടുക. അപ്പോൾ ഒന്ന് തെസ്സലോനിക്കരുടെ വിശേഷത, ഒന്ന് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം, രണ്ട് ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാ. എന്താ ഇവരുടെ മാതൃക? ഒന്ന് ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാണ്. വേല വിശ്വാസത്തിന്റെയാ. എന്തോ തരുമെന്നുള്ളതല്ല, ആര് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതല്ല, സ്തോത്രം എന്തോ കിട്ടുമെന്നുള്ളതല്ല. വിളിച്ചത് ദൈവമാണെങ്കിൽ നിന്നെ പുലർത്തുവാനും പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വചനത്തെ കൂട്ടുപിടിച്ച് പറയുക, അവൻ ആരും നിന്നെ സഹായിപ്പാനില്ലെങ്കിൽ നീ മുഴങ്കാലും മേലിരുന്ന് പ്രാർത്ഥിച്ചാൽ നീ ഇരിക്കുന്നിടത്ത് ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നു തരും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. ഇരിക്കുന്ന ഇടത്ത് ദൈവം വഴി തുറന്നു തരും. അപ്പൊ ഈ വേല വിശ്വാസത്തിന്റെ വേല, സ്തോത്രം. രണ്ട് ഇവരുടെ മാതൃക, 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ച 1:6. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതാ 2-ാമത്തെ മാതൃക. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടെന്ന്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യരായ നിങ്ങളോട് പറയട്ടെ, എനിക്കും നിങ്ങൾക്കുമെല്ലാം വിവിധ കഷ്ടങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടങ്ങൾ കൂടി പോകുന്നവരാ. പറയാൻ പറ്റുന്ന വിഷയം കാണും, പറയാൻ പാടില്ലാത്ത വിഷയം കാണും. തിങ്ങി തിങ്ങുന്ന ഭാരമേറിയ വിഷയമായിട്ട് ഈ പന്തലിൽ ഇന്ന് രാത്രി ഞരങ്ങുന്ന ദൈവമക്കൾ കാണും. അത് കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, കുടുംബത്തിന്റെ വിഷയമാകാം, ശുശ്രൂഷകളുടെ വിഷയമാകാം, സഭയുടെ കാര്യമാകാം, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളാകാം. ആരോടും പറയുവാൻ കഴിവില്ലാതെ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന വിവിധ കഷ്ടങ്ങളിൽ കൂടി പോകുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് വചനത്തിലൂടെ ദൂത് പറയുകയാ. തെസ്സലോനിക്കരുടെ ക്വാളിറ്റി, അവരുടെ മാതൃക, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അവർ വചനം കൈക്കൊണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കഷ്ടങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷെ അത് മാറ്റിവെച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇത് കാലിന് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, ആ വചനം ദൈവമാ. ഇത് അതിവേഗത്തിലോടുന്ന വചനമാ. തിരുവെടുത്ത് പറയുന്നത്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതെല്ലാം നിവർത്തിക്കും. ഓവയുടെ വചനം തീ പോലെയും പാറക തകർക്കുന്ന ചുറ്റികയാ യേശു പഠിപ്പിച്ചത്. ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഇന്ന് രാത്രി ഇരുമ്പോടാമ്പകളെ തകർക്കുന്ന ഖണ്ഡിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഇങ്ങനെയുള്ള ഈ തിരുവചനം സന്തോഷത്തോടെ കൈക്കൊള്ളണം. ചിലര് എല്ലാവരുടെയും കാര്യം, ചിലര് വചനമൊക്കെ കേൾക്കുന്ന കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ഉഴപ്പി അടിച്ചായിരുന്നു കേൾക്കുന്നത്. അത് പാടില്ല. യിരെമ്യാവ് 48:10 വായിക്കുന്നത്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. വാക്യം വായിക്കുമ്പോൾ നല്ല ചെടികടാന്ന് വായിക്കണം. സ്തോത്രം കൈയടിച്ചാലും നല്ല വൃത്തിയായിട്ട് കൈയടിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് പറഞ്ഞോണം. സ്തോത്രം ചെയ്യുമ്പോഴും നല്ല കാരണം ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. പ്രായമുള്ളവരും രോഗികൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒത്തൊന്ന് വരികയില്ല. അവരുടെ കാര്യമല്ല ഞാനീ പറഞ്ഞത്. ഒരു കുഴപ്പമില്ലാത്ത നീ ഇങ്ങനെ ബലൂന്റെ കാറ്റ് പോകുമ്പോൾ എന്റെ കാര്യമാണ് പറഞ്ഞത്. ആരോഗ്യവും ആക്കവും ഉള്ളപ്പം വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താതാങ്കൾക്കുള്ളവരല്ല. ആകെ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുക, ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പൊ തെസ്സലോനിക്കരുടെ മാതൃക, 2-ാമത്തെ മാതൃക, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വായിക്കേ വചനം കൈക്കൊണ്ടു. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതൊരു നല്ല മാതൃകയാണ്. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ആര് ശുശ്രൂഷിച്ചാലും. ഞാൻ വളരെ പ്രാഗൽഭ്യത്തോടെ പറയാം, ഞങ്ങളുടെ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ലയിലുണ്ട്. അവിടെ ആര് വന്ന് വചനം പറഞ്ഞാലും ഞാൻ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചു കൊടുക്കും. വായിച്ചും കൊടുക്കും. അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്നാലാവോളം ഉത്സാഹിപ്പിക്കും. സ്തോത്രം. ചില ദൈവദാസന്മാരെ നിങ്ങൾ അവര് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇളകിക്കണം, 66 കൈ പിടിച്ച പോലെ. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ ഇവർ അനങ്ങത്തുമില്ല, വേദപുസ്തകം തുറക്കുകയില്ല, കൊണ്ടുവരികയില്ല. ഇവർ വലിയ ആള് കളിച്ചിരിക്കും. അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല പ്രാഗൽഭ്യത്തോടെ പറയാം. ഒരു ചെറിയ പയ്യനാന്നിൽ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ ദൈവവചനമല്ലേ പറയുന്നേ?
അത് മുഖം നോക്കി ആള് നോക്കിയൊന്നും അല്ല, പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളണം. ചിലക്ക് അങ്ങനെയുണ്ട്, അവരാര് പ്രസംഗിച്ചാലും അനങ്ങത്തില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, അനങ്ങത്തിൽ അവർ ശ്രദ്ധിക്കത്തില്ല. സ്തോത്രം, ഒരു സ്തോത്രം പറയുകയോ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ആ പറയുന്നവനൊരു സന്തോഷം. ഇന്നാളൊരാളെ കണ്ട കാലുമേ കാലുമൊക്കെ വെച്ച് തള്ളവരിലുമൊക്കെ വിറപ്പിച്ച് സ്റ്റേജിലിരിക്കുക. എന്നാൽ ഈ വയ്യാവേലി അവിടെ ഇരിക്കാതിരിക്കണ്ടേ? ഇവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കുറച്ച് ഏകാഗ്രതയോടും ഭക്തിയോടും കുറച്ചൊക്കെ വേണ്ടേ? അപ്പൊ നിങ്ങൾ ചോദിക്കും കാലുമേ കാല് വെച്ചാൽ ദൈവം എന്നാ പിണങ്ങുമെന്ന്. പിണങ്ങുന്ന നല്ലല്ലോ, ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു രീതികളുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. തെസ്സലോനിക്കരുടെ വിശേഷത ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളണം. ഇത് അണ്ണാക്കിന് മധുരമാണ്. മുഖകാന്തിയൻ നീകും നിൻമുഖകാന്തിയൻ മാനദ നീകും നിന്മപുരാമൃത വചനം ചിന്നതയാകവേ പോക്കും നിന്മപുരാമൃത വചനം ചിന്നതയാകവേ പോക്കും മഹിമയേയും പരമേശ മഹിമേശു മഹേശ മഹിമയേയും പരമേശ മഹിമേശു മഹേശ കാർമുകിൽ ഭീകരം ആയി വരും നേരം കാർമുകിൽ ഭീകരം ആയി വരും നേരം കൺമതോ നിയമത്തിന്തില്ല നായതിൽ തീരുമാനം. ഓ കൺമതോ നിയമത്തിന്തില്ല നായതിൽ തീരുമൻ പാരം. ഓ മഹിമയേഴും പരമേശ മഹിമേശു മഹേശ മഹിമയേഴും പരമേശ മഹിമേശു മഹേശ. ദൈവത്തിന് മഹത്വം കരയറ്റാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി ഇവരുടെ മാതൃക, ഒന്ന് ഇവരുടെ മാതൃക വേല, വിശ്വാസത്തിന്റെ വേല നമുക്ക് മാതൃകയായിരിക്കണം. രണ്ട്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. സ്തോത്രം. മൂന്നാമത്തെ മാതൃക അത് അധികം പറയുന്നില്ല, പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ പറയുന്നില്ല, എങ്കിലും വായിച്ചു വിട്ടോ. മുമ്പേ വായിച്ച വാക്യമാ. 9-10 വാക്യം വായിച്ചേ. 1-9-10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും പിന്നെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ അടിവര ഇടേണ്ടതാ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക്, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവരുടെ മൂന്നാമത്തെ മാതൃക, ഇവര് വേർപാട് പാലിച്ചവരാ. വിട്ടു. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയും, നമ്മൾ വിട്ടു എന്നും പറഞ്ഞായി വന്നിരിക്കുന്നത്. വിട്ടോ? സത്യം പറ. പക്ഷെ ഞാൻ 82 വിട്ടതാ. ഞാൻ 70-കളിൽ പിന്നെ എന്നാ ഞാൻ വിദേശത്ത് ആദ്യം ഞാനല്ലയോ ഇറങ്ങുന്നത്. കണ്ണാടി അവറാച്ചന്റെ കാലത്ത് പാഴുത്തങ്കമാമ്മയുടെ അപ്പച്ചനാ അന്ന് ഇറങ്ങിയത്. ആണോ? പിന്നെ ചായനോ? ഞങ്ങള് PKC-യുടെ കാലത്ത് ഇറങ്ങിയതാ. PK ചാക്കോ ചായ PKC-യുടെ കാലത്ത്. അന്നെല്ലാം വിട്ടു. ചുമ്മാ കിട്ടു എന്നും പറഞ്ഞിരിക്കാതെ എന്തുവാ വിട്ടത്? ശരിക്കും അങ്ങോട്ട് ചിന്തിച്ചാൽ പലതും വിട്ടിട്ടില്ല. പറഞ്ഞ ആലോക്യം ഉണ്ടാകും. ഞാനെപ്പോഴും പറയും, ബ്രദറുകാരേക്കാളും പെന്തിക്കോസുകാരേക്കാളും പഴക്കം ബ്രദറുകാർക്കാ കേരളത്തില്.
ക്രൈസ്തവ ലോകത്തിൽ. ബ്രദറുകാർക്ക് മുമ്പുണ്ടായിരുന്ന വിയോജിതക്കാര്. വിയോജിതത്തിന്റെ പ്രഥമയാളായിരുന്നു സൈമൺ സാർ. സമുദായത്തിലെ പല ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ യോജിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വിയോജിതര്. അപ്പൊ സാർ അതെല്ലാം വിട്ടേച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ചിലർക്ക് സത്യമാണെന്നറിയാം, പക്ഷെ വിടാൻ മനസ്സില്ല. അവര് പിന്നെ അവിടെ പിടിച്ച് നിൽക്കുക. അപ്പൊ സാർ അവര് വിട്ടു വരേണ്ടി ആക്കം കൂട്ടുന്ന പ്രസംഗങ്ങൾ, നല്ല പാട്ടുമൊക്കെ എഴുതി. അതിലൊരു വരി ഇങ്ങനെ: വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. വാമേലെ ബാനോനെ വിട്ടുടനെ ക്ഷേമമായി പോരിക നാട്ടിലേക്ക്. അപ്പൊ ഇത് വിട്ടേച്ച് വരണമെന്നാ സാറ് എഴുതിയതിന്റെ ആശയം. അപ്പൊ ഇവര് പലതും വിടാൻ മനസ്സില്ല. അപ്പൊ എന്തൊക്കെയാന്ന് അടുത്ത ലൈനിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ: ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കളിച്ചോടതികൾ. ബാങ്ക്, ചിട്ടി, കമ്പനി, തീങ്ക് ചെയ്യുന്ന കളിച്ചോടതി. തീങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. കളിച്ചോടതി, ഷോടതി, കോടതിയല്ല ഷോടതി. ഷോടതി എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി. ഉള്ള ഭാഗ്യക്കുറി മുഴുവൻ എടുത്ത് ബൈബിളിന്റെ സൈഡിൽ വെച്ചിട്ട് അടിക്കണേ എന്ന് പറഞ്ഞ് നീ നടുക നടക്കുക. എന്നെ ചെയ്യാനാ നിന്നെ? സ്തോത്രകാഴ്ച ഇടേണ്ട പൈസയും കൂടെ എടുത്ത് ലോട്ടറി മേടിച്ചിട്ട് അടിക്കണേ. കാരണം ഇത് അടിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ചേറെ പിന്നീടാവല്ലോ. എത്ര എണ്ണം ആ മുടിഞ്ഞെന്നറിയാവോ ലോട്ടറി എടുത്ത്? എന്നുവെച്ചാൽ ഇത് അധ്വാനിക്കാത്ത കാഴ്ച, അത് ഗുണം വരികയല്ല. സ്തോത്രം, സ്തോത്രം. ഞാൻ ആ ഭാഗത്ത് തീങ്ക് ഇത് നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം വിട്ടേച്ച് വരണമെന്നാ സാറ് എഴുതിയത്. എനിക്കൊരു സഹോദരൻ, അവൻ എത്ര കൊടുത്താലും തികയത്തില്ല. അടുത്ത കാലത്ത് അവൻ ലോട്ടറി എടുക്കുന്നവനാണ്. ഒരു സെറ്റ് മൊത്തം ഇങ്ങെടുക്കുക. എങ്ങനെ അവർ അടി വരുന്നെന്ന് ഓർത്ത് അതിനവൻ മുടിയെന്നല്ലാതെ. പിന്നെ അങ്ങിരിക്കുമ്പോൾ ഒരു 5000, അങ്ങിരിക്കുമ്പോൾ ഒരു 5000 അത് ഞാനൊപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. ഇന്നെ മുടിച്ച് മുണ്ടക്കോലതല്ല. എടാ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം നിനക്ക് വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ലെന്ന്. അപ്പൊ സാറ് എഴുതിയ വരി കളിക്കുന്ന: ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കളിച്ചോടതികൾ, ജിംനാസ്യമോടാത നാടകശാലകൾ, ജിംനാസ്യമോടാത നാടകശാലകൾ എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ, എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ. മാളിക, വീടുകൾ, ഗോപുരങ്ങൾ, മേളമേടുന്ന ദേവാലയങ്ങൾ. മാളിക, വീടുകൾ, ഗോപുരങ്ങൾ, മേളമേടുന്ന ദേവാലയങ്ങൾ. കാലേജുകളോട് യൂണിവേഴ്സിറ്റിയും, കാലേജുകളോട് യൂണിവേഴ്സിറ്റിയും, ഏതുമേ നോക്കാതെ പോരികനായികെ, ഏതുമേ നോക്കാതെ പോരികനായികെ. വേഷവിശേഷങ്ങൾ ആഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. സാറ് നല്ല വരി കഴിഞ്ഞ് വേഷവിശേഷങ്ങൾ ആഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. അപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഒരു സഹോദരൻ പാടുമ്പോൾ കൈയെടുത്ത് പാടിയപ്പം മോതിരം കിടപ്പുണ്ട്. അവനും ഇതാ പാടുന്നത്: വേഷവിശേഷങ്ങൾക്ക് ആഭരണം. ആരാന്നൊന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. ആരാന്ന് ഞാൻ പറയത്തില്ല. മിക്കവാറും യോഗം കഴിഞ്ഞാൽ അവൻ എന്നോടൊക്കെ വരാൻ സാധ്യതയുണ്ട്. വെറുതെ അവനും പാടില്ല. അപ്പൊ സാറ് ഇതൊക്കെ ഉദ്ദേശിച്ചാ എഴുതിയത് വിട്ടു പറയണം. ദൈവമക്കൾ അവൻ വിട്ടുകളയേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, നമ്മൾ ഈ പെന്തിക്കോസിലൊക്കെ വന്നിട്ടും ഒത്തിരി മാമൂലുകൾ വിടാനുണ്ട്. ഉണ്ട്. ഈയിടെ ഞങ്ങളുടെ ഒരു തള്ള പറഞ്ഞു, എന്നാലും പാസ്റ്റർ ജാനുവരി 1 വരുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പാസ്റ്ററുടെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും ഒന്ന് മേടിക്കാൻ. തള്ളക്ക് വട്ടല്ലാതെ എന്നെ മറുഭാഷയുടെ അയ്യരി കളിയാകല്ല. എന്നോട് പറഞ്ഞതാ. ഞാൻ കേൾപ്പിക്കാം.
എന്നെ മെനക്കേട് കേസിനെയൊക്കെ എന്നെ ചെയ്യാനാ. എന്നാലും മാസ്റ്റർ 1-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ വരുവാൻ, ഡിസംബർ കഴിഞ്ഞ് ജാനുവരി 1-ന് കാണും. മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഈ പുതുവർഷത്തിൽ 1 രൂപ. ഞാൻ തള്ളയോടൊന്നും പറഞ്ഞില്ല, ഭ്രാന്ത് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യാനാ. ഒത്തിരി കേസുണ്ട്, ഇത്രയുണ്ട്. വിട്ടിട്ടില്ലെന്ന് ഇതൊന്നും. ഇപ്പോഴും ചില പെന്തിക്കോസുകാർ വീട് വെക്കുമ്പോൾ ആരാണ്ട് പറഞ്ഞു കൊടുത്ത് വെറ്റിലേം പാക്ക് 1 രൂപ തൊട്ടും വെച്ചോളാം. ഏതാണ് വ്യാജി പിടിച്ചതിനെയെല്ലാം ഇട്ട് കുഴയ്ക്കുക. ഒത്തിരി വിടാനുണ്ട്. ഒരു പെന്തിക്കോസുകാരന്റെ വീടിന്റെ കല്ലിടിൽ ഞാനും പോയി നോക്കിയപ്പം അവിടെ പണിയാൻ വന്ന പുള്ളി പറഞ്ഞു 1 വലിയ രൂപ തൊട്ട് അവിടോട്ട് വെച്ചേക്കാൻ. ഞാൻ ചോദിച്ചാൽ പുള്ളി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പാടില്ല. ഇവനെല്ലാം ഭൂതമാന്നേ. ഒരു കാര്യം പറയാം, തിരുവചനം പഠിപ്പിക്കുന്നത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ നീ വെറ്റേം വെക്കണ്ട, വാക്കും വെക്കണ്ട, വെള്ളിരൂപയുടെ തൊട്ടും വെക്കണ്ട. നീ അങ്ങോട്ട് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവദാസൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് അങ്ങോട്ട് കല്ലിട്. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടിക്കത്തില്ല. വെള്ളിരൂപത്തോട്ട് ഒത്തിരി ഉണ്ട് ഇവിടെ. 2 പെന്തിക്കോസുകാർ തമ്മിൽ 2 ഒരു സഭയിലാണ് കൂടുന്നത്. 2 IPC അല്ലേ, 2 ചർച്ച കൂടല്ലേ, 2 മാസം വിളിച്ചു കൊടു, ഒരു അല്ലേ ചാരം എന്തും ആയിക്കോട്ടെ. 2 പേരുടെ സൂസമേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സന്ധ്യ കഴിഞ്ഞതിലെ വെള്ളം ഒരുകൊണ്ട് ഞങ്ങളുടെ മുറ്റത്തൂടെ. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഒരു കാര്യം, നമ്മളൊരു സഭയിലൊക്കെയാണ് കൂടുന്നത്. ആത്മാവിൽ നമ്മൾ അടുത്തടുത്ത ആ സഭയിൽ ഇരിക്കുന്നത്. പക്ഷെ പിന്നെ ഒരു കാര്യം പറയാം, ഈ സന്ധ്യ കഴിഞ്ഞ കല്ലേ തല്ലി തുണി ഇവിടെ അവർ പാടത്ത് പോയി പണിയെടുത്തില്ല, റബ്ബർ വെട്ടാൻ പോയി, എന്തെല്ലാം കഷ്ടപ്പെട്ട് റോഡിന്റെ പണിക്ക് പോയിട്ട് അതുങ്ങൾ കിട്ടുന്ന കാര്യമായിട്ട് വളരെ പ്രാണം തല്ലി അലിച്ച് തല്ലി സന്ധ്യയ്ക്ക് വന്ന് വെള്ളമുള്ളടത്ത് ചെന്ന് കോരി, വറവിന്റെ സമയത്താന്ന് ചെന്ന് കോരിക്കൊണ്ട് വന്ന് സന്ധ്യക്കല്ലാതെ പിന്നെ എപ്പോഴാണ് ഈ തള്ള ചുമ്മാ തിന്നേച്ച് പരിക്കാതിരിക്കുക. എന്നിട്ട് പറയും നീ സന്ധ്യക്ക് തുണി പിന്നെ കല്ലല്ല, പിന്നെ നിങ്ങളുടെ തലയെ തല്ലിക്കഴിഞ്ഞു. ഇത് തലയത്തില്ല. പട്ട് കേസ് ഒത്തി ഇതിനകത്തൊക്കെ കാണുമോ മെനക്കേട് കേസൊക്കെ. ഇപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഇപ്പൊ എഴുന്നേറ്റുമ്പോ എനിക്ക് മനസ്സിലാകും ആരാ മെനക്കേടെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പൊങ്ങുമ്പോ മനസ്സിലാകും മെനക്കേട് നീയാന്ന്. ഉണ്ട്, ഒത്തിരി കേസുകളുണ്ട്. അമ്മായിയമ്മ മരുമകളോട് അടുക്കളയിൽ പെരുമാറുമ്പോ അമ്മായിമ്മ പെന്തിക്കോസ, പഴയ പെന്തിക്കോസ, വാടു പെന്തിക്കോസ്. അമ്മായിമ്മ മരുമകളോട് പറയാം, മരുമകൾ പുതുതായിട്ട് വന്നതാ, എന്നോട് എടി നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടുക് തൂകരുതെന്ന്. കടുക് അതിനാ പറ, നിങ്ങൾ പറ, ഉറക്കെ പറ. ഈ സഭയിലെല്ലാം അടക്കണ്ടാക്കുന്ന കടുക് തൂകിയാന്നോ? കസേര എടുത്ത് അടിക്കുന്നത് കടുക് വീട്ടാന്നോ? പക്ഷേ വായിച്ച കടുക് വീട്ടാന്നോ? ഏത് സഭയിലുണ്ട് ആരാ കടുക് തൂകിയത്? ഈ ഇടം മൂടുപാടടിയാ. സെക്രട്ടറിന്റെ ഷാറും ഇന്നാലും ഞാൻ കണ്ട ട്രോഫി എടുത്ത് അടിക്കുന്നു. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല. അവിടെ കടുക് തൂങ്ങിട്ടാ. ഈ ജാതി പിടിച്ചതിനെയല്ല ഇനി എന്നാ ചെയ്യണമെന്നാ. ഒത്തിരി വിടാനുണ്ടെന്ന് നമ്മള്. പക്ഷെ ഇവരെ തെസ്സലോനിക്കരുടെ ക്വാളിറ്റി കണ്ടോ? ഇവര് വിട്ടു. 2 സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്റെ അമ്മ, ഞാൻ ഈ വീട്ടിൽ കുടുംബത്തിൽ വന്ന അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന മനോവേദന ഞാൻ പിന്നെ ആരോട് വന്നു അറിയാമോ? ഞാൻ അനുഭവിച്ചത് കൊണ്ടൊരു കരച്ചിലും ഒക്കെ വരും, സ്വാഭാവികമാണ്. ഞാൻ ഇവരെല്ലാം എന്നോട് ചെയ്യുന്നത് എങ്ങളുടെ ചേട്ടന്റെ ഭാര്യ, അത് എന്ത് പൊരുതിയതാണ്, അനിയന്റെ ഭാര്യ. ഞാൻ അനുഭവിച്ചത് ഇത് പറഞ്ഞെടുക്കുമ്പോ സത്യമാ. കണ്ടോ പല്ല് ചലച്ചെന്ന് തള്ളയെ നിനക്ക് വാട്ടാണ്. എടാ പല്ലിയും ചിലക്കണ്ട, പാറ്റായും ചിലക്കണ്ട, അരണയും ചിലക്കണ്ട. നീ പറഞ്ഞത് സത്യമാണ് അറിയുന്ന ദൈവമില്ലേ? നീ ഒരുത്തരം സാക്ഷി പിടിക്കണ്ട. സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ? അവിടുന്ന് നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്. ഒത്തിരി ഉണ്ട്. ഇതെല്ലാം പറഞ്ഞാൽ ഇന്ന് പോയി പറ്റുണ്ടാകുകയല്ല. ദൈവത്തിന്റെ മകത്ത വിടേണ്ടതെല്ലാം വിടണം. പെന്തിക്കോസുകാർ ഇപ്പോഴും ഉണ്ട്. കല്യാണം കഴിഞ്ഞ് കയറുമ്പോൾ വലത്തുകാല് വെച്ച് കയറുമ്പോൾ ചിലർ പറയും, ചിലർ അങ്ങനെ കയറും. 2 കാലം ദൈവം തന്നതല്ലേ? വലത്ത് മാത്രം തന്ന ഇടത്തങ്ങ് കളഞ്ഞേര്. 2ഉം ദൈവം തന്നതാണ്. ഉണ്ട്, ഒത്തിരി വിടാനുണ്ട്, ഒത്തിരി ഉണ്ട്. ഞാനിതെല്ലാം പറഞ്ഞ നിങ്ങൾക്ക് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല. തെസ്സലോനിക്കരുടെ വിശേഷത ഇവരിതെല്ലാം വിട്ടവരാ. വേർപാട് പാലിച്ചു. ദൈവമക്കൾ വേർപാട് പാലിക്കണേ. എല്ലാത്തിനകത്തും ചെന്ന് തലയിടരുതേ.
നീ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പറയുക തിരുമേശ എടുക്കുന്ന ദൈവവൈതലാണെങ്കിൽ വേറെ ഒരു പരിപാടിക്ക് നീ ഒന്ന് കൊടി പിടിക്കരുത്, വേറെ ഒന്നിനും പോകരുത്. നിനക്ക് സഹായം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോണം. അത് ഇന്ന പാർട്ടി എന്നൊന്നും ഞാൻ പറയത്തില്ല, എന്നെ കൊണ്ട് പറയാൻ ആരും പരിശ്രമിക്കുകയും വേണ്ട, എന്നെ അത് ഏൽപ്പിച്ച കാര്യവുമല്ല. അതൊക്കെ അവനവന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. പക്ഷേ നീ ദൈവവൈതലാണെങ്കിൽ അവനെ കർക്കശമായി വേർപാട് പാലിക്കണം. ഇവര് വേർപാട് പാലിച്ചതാ വിട്ടു. ഒന്നുകൂടെ വാക്യം വായിച്ചോ, വായിച്ചേ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു? വിഗ്രഹം വിട്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഗ്രഹം മാത്രമല്ല, കർത്താവിനേക്കാൾ ഉപരി നിനക്ക് വേണ്ടി രക്തം ചിന്തി നിന്റെ പ്രാണനെ വീണ്ടെടുത്ത് നിന്നെ രക്ഷിച്ച യേശുവിനേക്കാൾ ഉപരി നീ എന്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നു? അത് മുഴുവൻ വിഗ്രഹമാണ്. അത് വിടണം. വിട്ടില്ലെന്നെ അങ്ങ് എല്ലാം നോക്കുകയല്ല. തള്ള എവിടുന്ന് പോലെ വിഗ്രഹം അടിച്ചു മാറ്റി ഓട്ടോകോപ്പിനകത്തിട്ട് അമ്മാമ്മയും പാട്ട് പാടി വരിക, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പ. അപ്പൊ ഇത് വന്ന് അടിക്കുക. ഓട്ടോകോപ്പിനകത്ത് കിടന്ന് വിഗ്രഹം വന്നിരിക്കുക, അമ്മമ്മ പതുക്കെ പോവാൻ. ഓട്ടോകോപ്പിനകത്തിട്ട് അമ്മാമ്മ ചോദിച്ചു, അതിന്റെ അമ്മ ഇടയ്ക്ക് ഒരു ശബ്ദം, അത് പുതിയ ഇൻസ്ട്രുമെന്റ്സ് ഞങ്ങൾ USA നിറക്കിയതാ പറച്ചിപ്പിന്, അതായി കിടന്ന് അടിക്കുന്നത്. ഓട്ടോകോപ്പിനകത്ത് വിഗ്രഹം കിടന്ന് അടിക്കുക. ചുരുക്കി പറഞ്ഞ പാട്ടുമൊക്കെ പാടിപ്പോയി. പക്ഷേ നിങ്ങളെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം അങ്ങ് ചെല്ലാൻ ഒത്തില്ല. എബ്രാത്തിലെത്താൻ അല്പദൂരമുള്ളപ്പോൾ വായിച്ചേ 35:16 വായിച്ചേ 35:16 വേഗത്തിൽ വായിരേ. അവർ ബഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തിലെത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. ദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പിന്നെ പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദന ഉണ്ടായി. പിന്നെ അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. അടുത്ത പദം, ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അടുത്ത വാക്യം, അവന്റെ അപ്പനും അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അങ്ങ് ചെല്ലാനൊത്തില്ല, കാരണം വിഗ്രഹം വിട്ടില്ല. അപ്പൻ കൂടാരങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുക. ഇവര് പോന്നു കഴിഞ്ഞപ്പം ബിംബം കാണുന്നില്ല. അതേകാര് ബിംബം ഇല്ലല്ലെന്ന് ഓർത്ത് ഓടി ഗിലിയാഡ് പർവ്വതത്തിൽ വന്നപ്പൻ രാത്രി ദൈവം തമ്പുരാൻ പറഞ്ഞ പിന്നെ ഒരു കാര്യം, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും. അങ്ങനെ ദൈവം അങ്ങ് ഒതുക്കി പുള്ളി പിറ്റേന്ന് വന്നേച്ച് പറഞ്ഞു, ആട്ടമോനെ നീ പെട്ടെന്ന് വെപ്രാളത്തോട് ഓടിപ്പോന്നു. പക്ഷെ പറയുമായിരുന്നു ഒരു നല്ല സെൻഡോ മീറ്റിംഗ് ഞങ്ങള് പിന്നെ ആട്ടെ നീ വെപ്രാളത്തെ നിങ്ങൾ പോന്നപ്പോൾ എന്റെ ബിംബം കാണുന്നില്ലെന്ന്. യാക്കോബ് പറഞ്ഞു, ഞാനിന്ന് വരെ ആരുടെ ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല, എന്റെ കൈവശം ഒന്നുമില്ല, നിന്റെ ഒരു ആടിനെ പോലും ഞാൻ എടുത്തില്ല. ആരുടെയും പക്കൽ കണ്ടാൽ അവർ മരണയോഗ്യരാ തപ്പാൻ പറഞ്ഞു. കൂടാരമെല്ലാം കയറി തപ്പി ആരുടെയും കയ്യിലില്ല. ഒടുവിൽ അപ്പൻ റേച്ചലമ്മാമ്മയുടെ അടുക്ക വന്നത്. അപ്പോൾ അപ്പം വന്ന് ചോദിച്ചു, മോളെ റേച്ചലേ എന്നെ പറഞ്ഞു, പപ്പ ഞാൻ ഫാസ്റ്റിംഗ് പറയാ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. 21 ഇരിക്കുക. അപ്പം ചോദിച്ചു, അതിനെ എഴുന്നേക്കാത്ത ഫാസ്റ്റിംഗ് ഇരുന്നാ ഇതിപ്പാ ഒരു വിടുതൽ കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പിന്നെ ഇരുന്നെന്ന് കാണാതെ വിടുന്നു എഴുന്നേക്കുകയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഒറ്റ ഇരിപ്പ്. അപ്പം പറഞ്ഞു, മോളെ ബിംബം കണ്ടില്ല. ഐ ഡോണ്ട് നോ. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയെന്ന് തോന്നല്ലേ? അങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ കൂടാരമെല്ലാം കയറി പരിശോധിച്ചു. പൊന്നുമാട കൂടാരം കയറി ഏറ്റു പറഞ്ഞില്ല, വിട്ടുകളഞ്ഞില്ല. അതുകൊണ്ട് സംഭവിച്ചത് അവൻ മക്പേലായി ചെന്ന് കയറാനൊത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ വിടേണ്ടത് വിട്ടില്ലെങ്കിൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, അവൻ എനിക്ക് നിനക്ക് വാങ്ങി ചെല്ലാനൊക്കത്തില്ല, വരികിൽ പട്ടുപോകും. CS പാടിയ ഒരു പാട്ടിന്റെ ഒരു വരി ഇപ്പൊ പാടുന്ന നല്ലതാ. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ, വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ, വീടോടടുത്തു. നിത്യ വീട്ടിലെത്തായി അല്പദൂരം മാത്രമേ, നിത്യ വീട്ടിലെത്തായി അല്പദൂരം
ഞാൻ നിന്നെ ഒരു നാളും മാനാതെ വീടുകില്ല കരുണിയ കരുണാനിധേ ഞാൻ കാലം പിടിച്ചൂരിന മരുഭൂമിൽ നടത്തവൻ ഉടച്ചവൻ ഒരു നാളും മറക്കുകില്ല ഞാൻ കാലം പിടിച്ചൂരിന മരുഭൂമിൽ നടത്തവൻ ഉടച്ചവൻ ഒരു നാളും മറക്കുകില്ല. എല്ലാ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും വിടേണ്ടത് വിട്ടില്ലെങ്കിൽ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചില്ലെങ്കിൽ, വർജിക്കേണ്ടത് വർജിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് വന്ന് ചെല്ലാനൊക്കത്തില്ല. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും മരുഭൂമിയിൽ പറ്റുപോകരുത്. നല്ല മാതൃകയാത്ത സുനാനിക്കരുടെ മാതൃക. അവ ഇവരുടെ വിശേഷത: ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. രണ്ട്, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. എന്തുവാ ഇവരുടെ മാതൃക? ഒന്ന്, ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേല. രണ്ട്, അവൻ സ്തോത്രം അവിടെ വായിക്കുന്നത് വേഗം കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. മൂന്ന്, ഇവർ വേർപാട് പാലിച്ച ദൈവമക്കളാണ്. എന്തുവായി സമയം നിർത്താറായി തോന്നുന്നു. ഞാൻ പ്രസംഗത്തിന്റെ മുഖവരി ആയതുകൊണ്ടെങ്കിലും നിങ്ങളുടെ സമയം എടുക്കുന്നില്ല, നിർത്തുക. 9 കഴിഞ്ഞോ? എന്നാ ഇനി അധികം ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം. പെന്തിക്കോസുകാരോട് ഒന്നുകൂടെ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുക്കുന്ന പെന്തിക്കോസുകാരോട് പറയാ, നീ വേർപാട് പാലിക്കണം. നീ 28 കെട്ടിനൊന്നും പോകരുത്. മാമോദീസായ്ക്കും ആണ്ടിയാത്തത്തിനും അടിയന്തരത്തിനും ഒന്നും നീ പോകരുത്. തിരുമേശ എടുക്കുന്ന പെന്തിക്കോസുകാരോടാ പറയുന്നത്. അപ്പനും വല്യപ്പനും ജാതകം 40 നെയ്യപ്പോട്ടാക്കും കൂടാനും ചൂടാനും ബാക്കി 5-6 കൂടിനകത്ത് കൊണ്ടുവരാനും അത് കൊച്ചുങ്ങൾക്ക് മുറിച്ചു കൊടുക്കാനും നീ പോകരുത്. സ്തോത്രം, സ്തോത്രം. നീ ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും പോകരുത്. ഇപ്പൊ പെന്തിക്കോസുകാരും പോവാ. ഉണ്ണി പറന്നു എവിടെ? ഇത് വേർപാടിന്റെ ഉപദേശമാണ്. ശരിക്കും അന്നൊരു ആത്മഭാരം. വേറെ ഒരു ദിവസം എടാ പൊട്ടാ, ഡിസംബർ 25 അല്ല യേശു ജനിച്ചത്. വേറെ രാജ്യത്ത് എത്രയാ? 7-ാം തീയതി എങ്ങാണ്ട. റഷ്യയില് ജനുവരി 7. ഇവിടെ പുള്ളിയുടെ കഷ്ടതയാ അവർക്ക്. ഇവിടെ ജനിക്കണം 25-ന്, റഷ്യയിൽ പോയി. ബേത്ലഹേം പട്ടണത്തിൽ യാതനേ, ബേത്ലഹേം പട്ടണത്തിൽ യാതനേ, ജ്ഞാനികൾക്കുള്ളിരിക്കും ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ യാതനേ. കന്നി മറിയ പെറ്റ പൈതലേ, കന്നി മറിയ പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്കൻ, എന്നും സ്തുതിപ്പവർക്കൻ കാതലേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതലേ. ഒരു കാര്യം പറയാം, യേശു ജനിച്ചെന്നുള്ളത് സത്യമാണ്. യേശു ഇവിടെ ജീവിച്ചു. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. യേശു ക്രിസ്തു അതിശയങ്ങൾ ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, മുടന്തരെ നടത്തി, ഊമർക്ക് സംസാര ശേഷി കൊടുത്തു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി, മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്ത് ഇന്നും ജീവിക്കുന്നു. പക്ഷെ ഈ നാമത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അങ്ങ് നിർത്തണം. പെന്തിക്കോസുകാരോടാ പറയുന്നത്. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമ്മൾ ആളല്ല. ഒന്നുകൂടെ ഊന്നി പറഞ്ഞാൽ, തിരുമേശ എടുക്കുന്ന നിന്നോടായി പറയാൻ. ഉള്ള സകല കേസിനകത്ത് പോയി തലയിടുക. പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. അതും തിന്ന് ഇതും തിന്ന് ഇവിടെ വന്ന് എലി വിഷം തിന്നും പോലെ
പാടില്ല, വേർപാട് പാലിക്കണം. കർക്കശമായിട്ട് അടിയന്തരത്തിനൊന്നും പോകരുത്. മരണ വീട്ടിൽ പൊക്കോണം. അവിടെ ചെന്ന് അവരുടെ കൂടിയിരുന്ന് ഒക്കുന്നെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുകാരായി ആശ്വാസം പറഞ്ഞ് പ്രാർത്ഥിച്ച്, അത് സഭ നോക്കിയൊന്നുമല്ല, സംഘടന നോക്കിയല്ല, ദുഃഖ വീട്ടിൽ പൊക്കോണം. ഞാൻ പോകും. ഒരു സഭയെ നോക്കിയല്ല പോകുന്നത്. അറിഞ്ഞാൽ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ പോകും. IPC ആണോ ചർച്ചക്കോടാണോ ഇത് അവിടെ ഇതൊന്നും ഇല്ലെന്നെ. നീ ഉമ്മ ഇവിടെ ഒരു പന്ന ബോർഡും വെച്ചുകൊണ്ടിരിക്കുക. സ്വർഗത്തിൽ ഇതൊന്നുമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ രക്ഷിക്കപ്പെട്ടവരാരൊക്കെയാണ്? ദൈവമക്കൾ ആരെന്നാ? അല്ല IPC ആണോ ചർച്ചക്കോടാണോ അസംബ്ലി ബോർഡ് നോക്കിയാണോ കേട്ടിട്ട് IPC കയറിയാട്ടെ? ദൈവമക്കളാ. സഭാ സ്പിരിറ്റ് പാടില്ല. നിൽക്കുന്ന സഭയോട് കൂറും ഉത്തരവാദിത്വം ഒക്കെ വേണം, പക്ഷെ അത് വെച്ച് അളക്കരുതായി. നീ ദൈവവൈദ്യത. ദുഃഖഭവനത്തിൽ പോകണം, അവരുടെ ദുഃഖത്തിൽ പങ്കുചെയ്യണം. അത് കഴിഞ്ഞുള്ള ചടങ്ങുണ്ടല്ലോ, അതിനെല്ലാം പോയി നല്ല പൂണന്റെ തീറ്റിയും തിന്ന് കുറച്ച് കൂടിനകത്ത് ഇപ്പം വെറ്റിക്കോട്ട് കൂടാ ഇങ്ങോട്ടിട്ടു. അതെന്തോ അവിയൽ, അതെന്തോ കൊല്ലത്തിറച്ചി ഇച്ചിരിയേറെ ഇട്ട് നിന്നെ ഒലത്തും ഒരു ദിവസം. ആവശ്യമില്ലാത്ത ചടങ്ങിനൊന്നും പോയേക്കരുത്. നീ വേർപാട് പാലിക്കണം. പെന്തിക്കോസുകാരനായി പറയുന്നേ, കർക്കശമായി വേർപാട് പാലിക്കണം. തെസ്സലോനിക്കരുടെ വിശേഷത ഇവര് ഇത് വിട്ടെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വേർപാട് പാലിച്ചിരിക്കുമ്പോൾ ആക്ഷേപം ഉണ്ടാകും, നിന്ദിക്കും. കുടുംബക്കാരും ചാർച്ചക്കാരും മിക്കവാറും പെന്തിക്കോസുകാർ തന്നെ നമ്മളെ പഠിക്കും. പക്ഷെ അതൊക്കെ സഹിച്ചു നിന്നാൽ കൂടെ വാഴാം. അതാ വേദപുസ്തകത്തിന്റെ പ്രമാണം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ഇതാണ് തെസ്സലോനിക്കയിലെ സഭയുടെ പ്രാരംഭ കാര്യം. ഇടത്ത വാക്യത്തോട് കൂറ് പുലർത്തി ഒരു കാര്യം പറഞ്ഞങ്ങ് വിടാം. ആ 18-ാം വാക്യം വായിച്ചങ്ങ് നിർത്തിയേക്കാം. 18-ാം വാക്യം വായിച്ചു. 18 അത് വായിച്ചങ്ങ് നിർത്ത. ഇടയ്ക്കത്തെ എല്ലാം വിടുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ദൈവമക്കളെ, നമ്മുടെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടവും. നിങ്ങൾ അറിവുള്ളവരാ, പരിജ്ഞാനമുള്ളവരാ, ഇങ്ങനെ പറയാം. ദൈവത്തിന്റെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് ദുഃഖമായിട്ടും പ്രയാസമായിട്ടും ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നും, പക്ഷേ ഒടുവിൽ അനുഗ്രഹമായിരിക്കും. എന്നാൽ നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ നമുക്ക് വിടുതല, അനുഗ്രഹമാ, നന്മയാ, മെച്ചമാ എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഒടുവിൽ വിനയായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാം, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറഞ്ഞ് നിർത്താം. ഇന്ന് അതേ സമയമുള്ളൂ. നാളെ എനിക്ക് തോന്നുന്നു നാളെ പാമ്പാടിയിലും കണ്ട ബാക്കി ഒക്കുകയാണെ അവിടെ പറയാമെന്ന് ചിന്തിക്കുക. അല്ലെ എനിക്ക് വിഷമമായി ഇത് പറഞ്ഞില്ലെങ്കിൽ. ഒരു കാര്യം പറഞ്ഞു, ഇപ്പൊ തന്നെ സമയം ഒത്തിരി അതിക്രമിച്ചു. ഇത്രയും നേരം നിങ്ങൾ ഇത്രയും പേരെ എന്നെ കേട്ടിരുന്നില്ല, അത് തന്നെ വലിയ കാര്യം. എന്നെപ്പറ്റി ഒത്തിരി ആക്ഷേപങ്ങളുണ്ട്. അതിലൊന്ന് വിവരമില്ലെന്നുള്ളതാണ്. അത് സത്യമായ കാര്യമാണ്. 2, ഒരാൾ പറഞ്ഞു എനിക്ക് സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ലെന്ന്. അതും സത്യം. ഒരു സ്റ്റാൻഡേർഡും ഇല്ല. അത് സ്റ്റാൻഡേർഡ് ഇല്ലാഞ്ഞ കൊണ്ടാ ദൈവം എന്നെ രക്ഷിച്ചു. ഇന്നാളെ ഒരാൾ പറഞ്ഞു അയാൾ കുടുംബത്തിൽ പറഞ്ഞൊന്നും അല്ലെന്ന്. ഞാൻ പറഞ്ഞു സത്യമാ, ഗവൺമെന്റ് ആശുപത്രിയിലാണ് പ്രസവിച്ചത്. അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചങ്ങനാശ്ശേരി. സത്യമാണ്. നമ്മുടെ ഒരു പെന്തിക്കോസുകാരൻ അച്ചായൻ തന്നെ ഒരിക്കൽ പറഞ്ഞു അവന് വിവരമൊന്നുമില്ല. അപ്പൊ ചോദിച്ചതിന് അവന്റെ തന്ത കള്ളുഷാപ്പിലെ ജോലിയായിരുന്നു. സത്യമാണ്. അപ്പൊ പുള്ളി പറഞ്ഞു അതിന്റെ സ്റ്റാൻഡേർഡേ ഉള്ളെന്ന്. അതും സത്യമാണ്. അതെ, എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ഒരു ജോലിയായിരുന്നു. ചെറിയൊരു സത്യമാണ്. സത്യമാണ്. അല്ല, എൻ്റെ അപ്പം മണർകാട് പാപ്പൻ്റെ അനിയനൊന്നും അല്ലായിരുന്നു. കള്ളുഷാപ്പിലൊരു ചെറിയ ജോലി. സത്യമായ കാര്യമാണ്. വേറൊരാളൊക്കെ പറഞ്ഞു വിദ്യാഭ്യാസം ഒന്നും ഉള്ളവനല്ലെന്ന്. അതും സത്യമാണ്. ഇപ്പൊ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞത് എങ്ങനെയാന്ന് എനിക്കും ദൈവത്തിന് കൊതികൊണ്ടങ്ങ് പറഞ്ഞത് അതൊത്ത ഏതായാലും വിദ്യാഭ്യാസമൊന്നുമില്ല. അല്ല, ഇതൊന്നും ഇല്ലാഞ്ഞത് കൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി, വാഴ്ത്തിടും സകലം
ഒക്കുന്നെങ്കിൽ ബാക്കി അടുത്ത സ്ഥലത്തെ കാര്യം നാളെ നോക്കട്ടെ, പാമ്പാടി പറയാവുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടേ വാ. ദൈവത്തിന്റെ ഹിതവും നമ്മുടെ ഹിതവും. നമ്മുടെ ഇഷ്ടം പ്രാരംഭത്തിൽ അനുഗ്രഹമാ, നന്മയാ, മെച്ചമാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒടുവിൽ വിനയായി തീരും. എന്നാൽ ദൈവത്തിന്റെ ഹിതം പ്രാരംഭത്തിൽ നമുക്ക് ബുദ്ധിമുട്ടും ദോഷവും മനോദുഃഖമായിട്ടൊക്കെ തോന്നും. പക്ഷേ അതിന്റെ ഒടുവിൽ വളരെ അനുഗ്രഹമായിരിക്കും. ഇതിനോട് ചേർന്ന് ദൈവത്തിന്റെ ഹിതം ഒരു കാര്യം പറഞ്ഞ് നിർത്താം. പല പെന്തിക്കോസുകാരും പല ദൈവമക്കളും ഒക്കെ ഇപ്പോഴല്ലേ സഭകളിൽ ഞായറാഴ്ച അധികം സാക്ഷ്യമില്ലാത്ത, പണ്ടൊക്കെ സാക്ഷി പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം ചെയ്തു. ഇന്ന വിഷയം ചോദിച്ചു, ദൈവം തന്നു. ഇന്ന കാര്യം പ്രാർത്ഥിച്ചു, ദൈവം തന്നു. ചെല്ലു പറയാനുണ്ട്, ഞങ്ങൾ ചോദിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു. എനിക്ക് ഇങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പം വെപ്രാളമാണ്. ഞാൻ ചോദിച്ചതെല്ലാം എന്റെ ദൈവം എനിക്ക് തന്നെന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പം എനിക്ക് വെപ്രാളമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യമുണ്ട്, ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ ഞങ്ങളുടെ ദൈവം മറുപടി തരുമ്പോ തനിക്ക് എന്നാ ഇത്ര വെപ്രാളമെന്ന്. അങ്ങനെ എന്നോട് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ മോന്ത കാണുമ്പോ എനിക്കറിയാം. ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനൊക്കെ ഞങ്ങളുടെ ദൈവം മറുപടി തരുമ്പോ തനിക്ക് എന്നാ ഇത്ര ദണ്ണം, വെപ്രാളം. ശാന്തമായിട്ട് മറുപടി. എനിക്ക് വെപ്രാളം വരാൻ കാര്യം നിങ്ങൾക്ക് വിടുതൽ കിട്ടിയത് കൊണ്ടോ നിങ്ങൾ ചോദിച്ചതിന് മറുപടി കിട്ടിയത് കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് വെപ്രാളം വരാൻ കാര്യം എൻ്റെ ഹൃദയത്തിനകത്ത് വേറൊരു വാക്യം ഇരിക്കുന്നു. അതാ എനിക്ക് വെപ്രാളം. ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും എന്നോടൊരു ചോദ്യം, ഇയാളെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഏതാ? മറുപടി അത് വായിച്ചങ്ങ് നിർത്താം. അണ്ട 106 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിന്റെ ആരംഭം ഒന്ന് വായിച്ചേ ഉറക്കെ. അവർ അപേക്ഷിച്ചത്. ഇങ്ങോട്ട് നോക്കിയ ദൈവദാസനെ ഞാൻ പറയുന്ന പോലെ വായിക്കണം. ഒന്നുകൂടെ വായിച്ചേ. എല്ലാരും എന്നെ നോക്കി, ഇപ്പം വേറെ ദിവസം നോക്കണ്ട. ആ ദൈവദാസം വായിച്ചു തന്നിട്ട് ഒന്നുകൂടെ. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തണേ. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക്. അങ്ങനെയാണല്ലോ ഇപ്പം ഇന്ന വണ്ടി, ഇന്ന ജോലി, ഇന്ന സാലറി, ഇന്ന വീട്, അത് വിശ്വാസ കണ്ണാൽ കണ്ട്. അങ്ങനെയൊക്കെ ഇപ്പൊ ഉപദേശം. നമുക്കൊരു വണ്ടി വേണമെങ്കിൽ നമ്മൾ വിശ്വാസ കണ്ണാൽ ഗർഭം ധരിക്കുന്നതൊക്കെയാ പറയുന്നത്. ഇന്ന കളറ്, ഇന്ന മോഡല്, ഇന്ന ഷോറൂം, ഇന്ന പിറക്കുന്നത് വിശ്വാസ കണ്ണാൽ കാണുന്നത്. നമ്മൾ റൈറ്റ് നോ എന്നൊക്കെ പറഞ്ഞാൽ എതിർക്കുന്നില്ല. ജോലി, സാലറി. ഇപ്പൊ കല്യാണത്തിന് പെണ്ണ് അല്ലെ ചെറുക്കൻ 5 ഇഞ്ച് 5 അടി 2 ഇഞ്ച് നിറം, മുട്ടിന് താഴെ മുടി. വിശ്വാസ കണ്ണാൽ ആയിക്കോട്ടെ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ശ്രദ്ധിച്ചേ, ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടി. അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. പക്ഷേ അടുത്ത വാക്യം വായിക്കണം. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അതാ എനിക്ക് വെപ്രാളം. നമുക്ക് മനസ്സിലായോ? അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തരുത് അടുത്ത വാക്യം. എങ്കിലും അവരുടെ പ്രാണന് എന്ന് പറഞ്ഞാൽ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടി, പക്ഷേ പ്രാണന് ക്ഷയമായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവദാസൻ എന്നുള്ള നിലയിൽ പറയാം, നീ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. നീ പ്രാർത്ഥിച്ചതിനെല്ലാം വിടുതൽ കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. വേണമെങ്കിൽ ഇനി പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്റെ കർത്താവ് എന്റെ പ്രാണന് ക്ഷയം ഉണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ട, എന്റെ ആത്മികത്തിന് ഭംഗം ഉണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ട. ഒന്നുകൂടെ കടത്തി പറയാ, എന്റെയും എന്റെ കുഞ്ഞുങ്ങളെയും അവൻ പ്രാണന് ഹാനി വരുത്തുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് രാത്രി ഈ പൊൻകുന്നം സെന്ററിന്റെ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ബഹുമാന്യ ദൈവമക്കൾ ഒരു തീരുമാനമെടുത്ത് പോകണം. അവൻ ഞങ്ങളുടെ പ്രാണന് ഹാനി വരുത്തുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട, ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട, എന്റെ ശുശ്രൂഷയ്ക്ക് അവൻ ക്ഷതമുണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട, എന്റെ കുടുംബത്തിന്റെയും ആത്മിക നിലവാരത്തിന് കോട്ടം തട്ടുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട.
എല്ലാവരും ഒരു തീരുമാനമെടുത്ത് വേണം പന്തലിൽ നിന്ന് പോകാൻ. ഒരു കൺവെൻഷൻ നടത്തി എന്നുള്ളതല്ല. ഇന്ന് രാത്രി തീരുമാനത്തോടെ എന്റെ സഹപടന്മാരായ കർത്തദാസന്മാരോട് ഞാനൊരു കാര്യം പറയാ. എന്റെ ബഹുമാന്യരായ കർത്തദാസന്മാരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്നൊന്നും നമുക്ക് വേണ്ട. അത് വീടാന്നേലും വണ്ടിയാന്നേലും ജോലിയാന്നേലും സമ്പത്താന്നേലും എന്ത് വിഷയമാന്നേലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്നതൊന്നും നമുക്ക് വേണ്ട. ഇന്ന് രാത്രി ദൈവമക്കളോട് പറയുക, നിന്റെ കുടുംബത്തിന് നിനക്കും അവൻ ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്ന, ആരാധനയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, ശുശ്രൂഷകൾക്ക് ഭംഗമുണ്ടാക്കുന്ന, ആത്മികത്തിന് കോട്ടം കെട്ടുന്നത് ഒന്നും വേണ്ട. ഇന്ന് രാത്രി എല്ലാവരും തീരുമാനമെടുക്കുക. ഒരു തീരുമാനത്തോടെ, അനുതാപത്തോടെ, മനസ്താപത്തോടെ വേണം ഈ ഗ്രൗണ്ട് വിട്ട് കടന്നു പോകാം. ഇന്ന് രാത്രി എല്ലാവരും ദൂരത്ത് നിൽക്കുന്നവർ, അവൻ ഇതുവരെയും നിന്ന് കേട്ട വചനം കേട്ടവരുണ്ട്. അത് കസേര ഇല്ലാതൊക്കെ പാരപ്പെട്ട് നിങ്ങൾ സഹകരിച്ചല്ലോ. ഇന്ന് രാത്രി എന്റെ മാന്യ സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, തീരുമാനമെടുക്ക്. എന്റെ ദൈവമേ, എന്റെ ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്നത് എനിക്ക് വേണ്ട. എന്റെ പ്രാണന് ക്ഷയമുണ്ടാക്കുന്നത് ഒന്നും എനിക്ക് വേണ്ട. ഇന്ന് രാത്രി തീരുമാനത്തോടെ വേണം തിരിച്ചു പോകാൻ. എല്ലാവരും സമർപ്പിച്ചാട്ടെ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൻ ദൈവ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഇന്ന് രാത്രി ഏൽപ്പിക്കും. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തേ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടി ഇന്ന് രാത്രി അങ്ങ് പിരിയ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, കാരണം ഇറങ്ങിപ്പോവും. ഇരുന്നോണ്ട് പാടിയ ചോടുവി ഞാൻ എഴുന്നേൽപ്പിക്കാം. അത്യാവശ്യം ആർക്കെങ്കിലും പോകണമെങ്കിൽ അങ്ങോട്ട് പൊക്കും. അപ്പൊ എനിക്കൊന്ന് കാണുകയും ചെയ്യാൻ പരിചയമുള്ളവരാണെങ്കിൽ 2 ശീല് പാടി നമുക്ക് അങ്ങ് വരിക. കാത്തു കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെ കൺമണി പോലെ. കാത്തു കൃപയിൻ കൈവിടാതെ കൺമണി പോലെ. കൈയടിച്ച് ചേർന്ന് ആശ്വാസ അരികിൽ വന്നേ. കൈയടിച്ച് ചേർന്ന്
ഇന്ന് രാത്രി അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രാണന് ഹാനി വരുത്തുന്ന, പ്രാണന് ക്ഷതമുണ്ടാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ വേണം മുന്നോട്ട് ജീവിക്കുവാൻ. ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, പ്രാണന് ഹാനി വരുത്തുന്ന, ആത്മികത്തിന് ഭംഗമുണ്ടാക്കുന്ന, ആരാധനയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാ ബഹുമാനരായ കർത്തദാസന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങൾ, ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നന്ദി. കൽപ്പനയല്ല, അപേക്ഷയാ. 1 മിനിറ്റ് എഴുന്നേറ്റ് നിനക്ക്, 1 മിനിറ്റ് ഇറങ്ങിപ്പോകരുത്. 1 മിനിറ്റ് ഒക്കുന്നെങ്കിൽ, ആക്കമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ ആ 2 കരങ്ങൾ വീശി ദൈവത്തിൽ ഒന്ന് മഹത്വപ്പെടുന്നത്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കരങ്ങൾ വീശി നമ്മുടെ കൺവെൻഷന്റെ സമാപന ദിവസമാണ്. 6, 4 ക്രിസ്തുവിൻ കൂടെ ഒരിക്കൽ കൂടെ ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ